അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ ഇബാദിഹില്ലദീന ഇസ്തഫ ഖുസ്സൻ അലാ അഫ്ളലിഹിം വഖാതമൻ നബിയ്യീൻ മുഹമ്മദിനിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ വബഅദു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹഖ്ഖു മിർ റബ്ബിക് ഫലാ തകുൻ മിനൽ മുംതരീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ ഇബ്നു മറിയം, ജീവിതവും ദൗത്യവും, ആ ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഒരൽപ്പം ആഴത്തിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് നമ്മൾ ധാരാളമായിട്ട് കേൾക്കാറുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഒരു മതവിഭാഗം, അവർ പിന്തുടരപ്പെടുന്നുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതേപോലെ തന്നെ അന്തിമ പ്രവാചകനായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉമ്മത്തിന് തൊട്ട് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉമ്മത്ത്, ബനു ഇസ്രായേൽ സമുദായത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അയക്കപ്പെട്ട അവരുടെ അവസാനത്തെ പ്രവാചകനായിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതായത് ലോകർക്ക് മുഴുവനായിട്ട് അയക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് തൊട്ട് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കപ്പെട്ട ബനു ഇസ്രായേൽ ഉമ്മത്തിലേക്ക്, ബനു ഇസ്രായേൽ സമുദായത്തിലേക്ക് അവരിലേക്ക് അയക്കപ്പെട്ട അവരുടെ അവസാനത്തെ പ്രവാചകനായിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അത് മാത്രമല്ല, നമുക്കറിയാം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തേക്കായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരിൽ മുസ്ലിങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ കാണുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആദരവ് കൽപ്പിക്കപ്പെടുന്ന ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രവാചകരിൽ ഒരാളാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ ലോകത്തുള്ള നമുക്കറിയാം 3 പ്രബല മതങ്ങൾ, അതായത് ലോകത്തെ സെമിറ്റിക് മതങ്ങളായിട്ട് അറിയപ്പെടുന്ന ലോകത്തെ പ്രധാനപ്പെട്ട 3 മതങ്ങൾ, ജൂത, ക്രൈസ്തവ, ഇസ്ലാം മതവിശ്വാസങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ 3 മതങ്ങളും വിയോജിക്കപ്പെടുന്ന, ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രവാചകൻ കൂടെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ 3 മതങ്ങളിലൂടെ ആ ഒരു വ്യക്തിത്വത്തിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ 3 വ്യത്യസ്ത ചിത്രങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുക. ഇപ്പൊ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കള്ളക്രിസ്തുവായിട്ടും കള്ളപ്രവാചകനായിട്ടും വ്യഭിചാരപുത്രനായിട്ടും നഊദു ബില്ലാഹ് ആ രൂപത്തിലാണ് ജൂതന്മാർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വീക്ഷിക്കുന്നത്. അതേ സന്ദർഭത്തിൽ അതിന്റെ ഒരു മറുവശത്ത് ക്രൈസ്തവർ, അവര് വേണ്ടതിലധികം ആദരവ് നൽകി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ദൈവപുത്രനായിട്ടും ഒരൽപ്പം കൂടെ അതിര് കടന്ന് ദൈവമായിട്ട് നഊദു ബില്ലാഹ്, അതേപോലെ തന്നെ ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും പാപം ഏറ്റെടുക്കാൻ കുരിശിലെ രക്തം ചിന്തി കിടന്ന് മരണപ്പെട്ടവനായിട്ടെല്ലാം ചിത്രീകരിക്കപ്പെടുന്ന ക്രിസ്തുമതമാണ് അതിന്റെ മറുവശത്തുള്ളത്. അതിന്റെ രണ്ടിന്റെയും മധ്യത്തിൽ ഇസ്ലാം കടന്നു വന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം കള്ളപ്രവാചകനല്ല, വ്യഭിചാരപുത്രനല്ല, നഊദു ബില്ലാഹ്, മറിച്ച് അതേപോലെ തന്നെ ക്രൈസ്തവർ പറയുന്നത് പോലെ അദ്ദേഹം ദൈവവുമല്ല, ദൈവപുത്രനുമല്ല, മറിച്ച് പ്രപഞ്ചനാഥനായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കപ്പെട്ട ദൈവദാസനാണ്. അതായത് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ദൈവപ്രവാചകനായിട്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഇസ്ലാം വിലയിരുത്തുന്നത്. ഈ രൂപത്തിലുള്ള 3 വ്യത്യസ്ത ചിത്രങ്ങളാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ലിങ്ക് 3 രൂപത്തിലായിട്ട് ഒരേ പ്രവാചകനിലേക്ക് 3 മതങ്ങളിൽ നിന്നുള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ നമുക്കറിയാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് ക്രൈസ്തവരുമായിട്ട് വിയോജിക്കുന്ന ആ ഭാഗങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ അവരോടുള്ള സംവാദത്തിന്, അതല്ലെങ്കിൽ അവരുടെ ക്രിസ്മസ് വേളകളിലെല്ലാമാണ് അത്തരം ആ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാറുള്ളത്. അതിനുപരി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ആ പ്രവാചകന്റെ ചരിത്രം, ആ ഒരു സീറ, ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള സ്നേഹം കാരണം അതിലേക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ശ്രമങ്ങൾ അപൂർവമാണ്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ എല്ലാ പ്രവാചകന്മാരെയും ഒരേ രൂപത്തിൽ ആദരിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കപ്പെട്ടവരാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് 255-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുല്ലു ആമന ബില്ലാഹി വ മലായികതിഹി വ റുസുലിഹി, മുസ്ലിങ്ങൾ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നു, അതേപോലെ തന്നെ ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, മുസ്ലിങ്ങൾ പ്രവാചകന്മാർക്കിടയിൽ വിവേചനം കൽപ്പിക്കപ്പെടുന്നവരല്ല, മറിച്ച് എല്ലാ ആളുകളെയും ഒരേ രൂപത്തിൽ ആദരിക്കപ്പെടുന്നവരാണ്. അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ മാത്രമല്ല, മറിച്ച് ജൂതന്മാർ ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ വീക്ഷിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടും നമ്മൾ ആ രൂപത്തിലാണ്. നമുക്കറിയാം, മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ആ ജൂതന്മാരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നഹ്നു ഔലാ ബി മൂസ മിൻകും, ഞങ്ങളാണ് മൂസയോട് നിങ്ങളെക്കാൾ
അടുത്തതെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാലഘട്ടത്തിൽ ജൂതന്മാരോട് പറഞ്ഞത്. അപ്പൊ ജൂതരേക്കാൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം, അതേപോലെ തന്നെ ക്രൈസ്തവരേക്കാൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം അറിഞ്ഞിരിക്കേണ്ടത് നമ്മളാണ്. കാരണം അവരെക്കാളെല്ലാം ആ പ്രവാചകന്മാരോട് അടുത്ത് നിൽക്കുന്നത്, ആ പ്രവാചകന്മാരെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരായിട്ടുള്ളവർ നമ്മളാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ദൗർഭാഗ്യവശാൽ നമുക്ക് നമ്മളിലേക്ക് അയക്കപ്പെട്ട ആ പ്രവാചകന്റെ ചരിത്രം തന്നെ നേരാൻ വണ്ണം നമ്മൾ പഠിക്കാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. പിന്നെയല്ല മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രം. അപ്പൊ മുൻകാല പ്രവാചകന്മാരുടെ ത്യാഗവും ദൗത്യവും എല്ലാം ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ അവരുടെ പിന്തുടർച്ചക്കാരനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച അന്തിമ പ്രവാചകനായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തെ സംബന്ധിച്ച് മനോഹരമായിട്ട് ആഴത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം പരിശുദ്ധ ഖുർആനിലുടനീളം മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രം ആവർത്തിച്ചുദ്ധരിക്കാനുള്ള കാരണം. ആ പ്രവാചകന്മാരുടെ ക്ലാസ്സിലൂടെ, അതല്ലെങ്കിൽ ആ പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിലേക്ക് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ മനോഹരമായിട്ട് ലഭിക്കുന്ന ചിത്രം വേറെ ആയിരിക്കും. ആഴത്തിലുള്ള ഒരു ചിത്രം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. നിരവധി സാമ്യതകൾ, സാദൃശ്യങ്ങൾ അവർക്കിടയിലുള്ള അല്ലെങ്കിൽ അവരുടെ ദൗത്യങ്ങൾക്കിടയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തന്നെ സ്വയം ഉപമിച്ചത്, സ്വയമായിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യത്തെ ഉപമിച്ചത് മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടത്തോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനോഹരമായിട്ടുള്ള കെട്ടിടം, ആ കെട്ടിടത്തിൽ ഒരു കല്ല് വെക്കാനുള്ള സ്പേസ് മാത്രം ബാക്കിയുണ്ട്. ആളുകളെല്ലാം അതിലേക്ക് നോക്കിയിട്ട് പറയാണ്, ആ ഒരു കല്ല് കൂടെ ആ കെട്ടിടത്തിൽ വെച്ചിരുന്നെങ്കിൽ ആ കെട്ടിടം എത്ര സൗന്ദര്യമുള്ളതായേനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കല്ലാണ് ഞാൻ, ആ കെട്ടിടത്തിലേക്ക് വെക്കപ്പെട്ട അവസാനത്തെ കല്ലാണ് ഞാൻ. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായിട്ട് കെട്ടിടമായിട്ട് ഉപമിക്കുന്നത് ഇസ്ലാമിനെയാണ്. അതിലുള്ള ഓരോ കല്ലുകളും മുൻകാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കപ്പെട്ട ഓരോ പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരുടെ പിന്തുടർച്ചയായിട്ട് അവസാനമായിട്ട് ആ കെട്ടിടത്തിലേക്ക് വെക്കപ്പെട്ട കല്ല് മാത്രമാണ് ഞാൻ. അപ്പൊ നമ്മള് ആ കെട്ടിടത്തിൽ നിന്ന് ആ ഒരു കല്ല് മാത്രം ഊരിയെടുത്ത് അതിലേക്ക് നോക്കാതെ മൊത്തം കെട്ടിടത്തിലൂടെ ആ കല്ലിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ അതിമനോഹരമായിട്ടുള്ള സൗന്ദര്യം നമുക്ക് ദർശിക്കാൻ സാധിക്കും എന്നുള്ള ആ രൂപത്തിൽ ആ കല്ലിലേക്ക് നോക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിക്കുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാനമായിട്ട് മുൻകാലത്തുള്ള ഒരു പ്രവാചകൻ സമാനമായിട്ടുള്ള സാഹചര്യം അനുഭവിക്കപ്പെട്ട ചരിത്രം അതേ സന്ദർഭത്തിൽ നൽകുക വഴി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അത്തരം ചരിത്രം നൽകാനുള്ള കാരണം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലിനുസബ്ബിത് ബിഇ ഫുആദക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള ആശ്വാസ വാക്കുകളായിരുന്നു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകന്റെ ചരിത്രം ഈ ഒരു ഭാഗത്ത് നൽകാനുള്ള കാരണമെന്ന് ആ രൂപത്തിൽ നമ്മൾ പ്രവാചകന്റെ ജീവിതത്തിലേക്കും പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ ആഴത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ചിത്രമായിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേ രൂപത്തിൽ മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുന്നത് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് വരാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നേരത്തെ പറഞ്ഞു, നമ്മൾ പലപ്പോഴും ഈ ക്രൈസ്തവരുമായിട്ട് വിയോജിക്കുന്ന ആ ഒരു മേഖലകൾ പലപ്പോഴും നമ്മൾ ആഴത്തിൽ പഠിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് പഠിച്ചിരിക്കേണ്ടതുണ്ട്, അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരം പോയിന്റുകളിലൂടെ ആയിരിക്കരുത് നമ്മൾ ആരംഭിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആല ഇംറാന്റെ 64-ാമത്തെ വചനത്തിൽ മനോഹരമായിട്ടുള്ള വചനം, ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും, നമ്മൾ ഒരുമിക്കുന്ന ഒരു പോയിന്റിലേക്കാണ് ആദ്യം അവരെ ക്ഷണിക്കേണ്ടത്. ഇപ്പൊ നിരവധി സാദൃശ്യങ്ങളും സാമ്യതകളും ഈ മതങ്ങൾക്കിടയിലുണ്ട്. ആ സാദൃശ്യങ്ങളിലൂടെ വേണം നമ്മൾ ആരംഭിക്കാൻ. അതിനുശേഷം നമ്മൾ വിയോജിക്കുന്ന പോയിന്റുകളിലേക്ക് കടക്കുക എന്നുള്ളത്, അതായിരിക്കും പോസിറ്റീവായിട്ടുള്ളൊരു സംഭാഷണം. ആദ്യം പോസിറ്റീവ് വെച്ച് തുടങ്ങുക, പിന്നീട് നെഗറ്റീവിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്, അതായിരിക്കും ശരിയായിട്ടുള്ള സമീപനം എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ രൂപത്തിലുള്ള ഒരു കോമൺ പോയിന്റ് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഈ മൂന്ന് മതങ്ങൾ, ജൂതരുമായിട്ടും ക്രൈസ്തവരുമായിട്ടെല്ലാം ഇസ്ലാം യോജിക്കുന്ന നിരവധി കോമൺ പോയിന്റുകളുണ്ട്. പ്രധാനമായിട്ട് അടിസ്ഥാനപരമായിട്ട് ജൂതന്മാരുമായിട്ട് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ ദൈവവിശ്വാസം, നമുക്കറിയാം മുസ്ലിങ്ങളുടെ ദൈവവിശ്വാസം തൗഹീദ് ജൂതന്മാരുമായിട്ട് വളരെ അടുത്ത് നിൽക്കുകയാണ്. അതേ സന്ദർഭത്തിൽ ജൂതരും ക്രൈസ്തവരും ആ വിഷയത്തിൽ അങ്ങേയറ്റം വിയോജിക്കുന്നവരാണ്. ഇപ്പൊ ജൂതവിശ്വാസ പ്രകാരം മനുഷ്യരൂപത്തിൽ ദൈവം അവതരിക്കുന്നതിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ ഇതേ രൂപത്തിലുള്ള മനുഷ്യന്റെ പരിമിതികളിലേക്ക് ദൈവത്തെ കൊണ്ടുവരുന്നതിനെ ശക്തമായിട്ട് എതിർക്കുന്നവരാണ് ജൂതര്. ആരാധനക്കർഹൻ അതേപോലെ തന്നെ പ്രപഞ്ചനായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണെന്ന്, യഹോവ മാത്രമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ജൂതന്മാർ. യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസവും അതിന് സമാനാണ്. അപ്പൊ ആ ഒരു വിഷയത്തിൽ നമ്മൾ അങ്ങേയറ്റം ജൂതരുമായിട്ട് ഒന്നിക്കുന്ന ഒരു പോയിന്റാണത്. അതേ സന്ദർഭത്തിൽ ക്രൈസ്തവരിലേക്ക് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ ക്രൈസ്തവരുമായിട്ട് നമ്മൾ ഒന്നിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ള ആ ഒരു പോയിന്റാണ്. രണ്ട് വ്യത്യസ്ത രൂപത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ രണ്ട് മതങ്ങൾ നോക്കിക്കാണുന്നതെങ്കിലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ള ആ വ്യക്തിയെ
രണ്ടു കൂട്ടരും അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്. മുസ്ലിങ്ങൾ അങ്ങേയറ്റം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് പല ക്രൈസ്തവരും ദൗർഭാഗ്യവശാൽ ആ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്, തെറ്റിദ്ധാരണകൾ മൂലം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിച്ച് ചില വിവരദോഷികളായിട്ടുള്ള ആളുകൾ കാർട്ടൂൺ വരയ്ക്കുന്ന സന്ദർഭത്തിൽ ലോകത്തുള്ള ഏതെങ്കിലും ഒരു തലതിരിഞ്ഞ മുസ്ലിമിന് പോലും അതിന് മറുപടി എന്നോണം ക്രിസ്തുവിനെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അപമാനിച്ച് ഒരു കാർട്ടൂൺ വരക്കാതിരിക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായിട്ടുള്ള ഞങ്ങള് നിങ്ങളെക്കാൾ യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യേശുവിനെ സ്നേഹിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ യേശു ക്രിസ്തു അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തിരിച്ചുവരവിലും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നവരാണ്. രണ്ടും വ്യത്യസ്തമാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ പിന്നീട് വരും. പല ആളുകളും, പല ക്രൈസ്തവരായിട്ടുള്ള ആളുകളും തെറ്റിദ്ധാരണ മൂലം ചിന്തിക്കുന്നത് അവർക്ക് ഈസ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ രണ്ടാളുകൾ, രണ്ട് വ്യത്യസ്ത ആളുകൾ, രണ്ട് വ്യത്യസ്ത മതം, ഇതേ രൂപത്തിൽ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല എന്നുള്ള രൂപത്തിലാണ് പല ആളുകളും ദൗർഭാഗ്യവശാൽ വീക്ഷിക്കുന്നത്. ആ രൂപത്തിലല്ല കാര്യങ്ങൾ. മറിച്ച് മുസ്ലിങ്ങൾ അങ്ങേയറ്റം ഈ ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ആ ഒരു വ്യക്തിയുമായിട്ട് മുസ്ലിങ്ങൾ അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ ഗ്രന്ഥമായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിന് മുഴുവനായിട്ട് അവതരിപ്പിക്കപ്പെട്ട ആ പരിശുദ്ധ ഖുർആൻ, അവസാനത്തെ വേദഗ്രന്ഥം, അതായത് മുസ്ലിങ്ങൾ കൊണ്ടു നടക്കുന്ന ആ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനിലെ 25 തവണ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് പരാമർശിച്ചതായിട്ട് കാണാൻ സാധിക്കും. ചിന്തിച്ചു നോക്കുക. 25 തവണ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ നൽകപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് 5 തവണ മാത്രമാണ് ഖുർആനിൽ കാണുക. അതിനർത്ഥം തെറ്റിദ്ധരിക്കരുത്. അതിനർത്ഥം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മഹത്വമുണ്ട്. ആ രൂപത്തിലല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് അത്രയേറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെട്ട ആദർശം അത്രയേറെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കപ്പെട്ട ആദർശവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അത്രയേറെ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. അത് കേവലം ആ ബന്ധം പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പോലെ പരിശുദ്ധ ഖുർആനിൽ കേവലം യേശു ക്രിസ്തു അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവമല്ല, ദൈവപുത്രനല്ല എന്ന് മാത്രമല്ല പറയുന്നത്. മറിച്ച് യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ, ജനനം മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ത്യാഗം മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെ, നമുക്കറിയാം ബൈബിളിൽ സുവിശേഷ രചയിതാക്കൾക്ക് അവർക്കിടയിൽ പോലും നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മരണത്തിന്റെ വിഷയത്തിൽ പോലും കൃത്യമായിട്ടുള്ള ചിത്രങ്ങളെല്ലാം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലെങ്കിൽ അതെല്ലാം പരിശുദ്ധ ഖുർആന്റെ പ്രതിപാദ്യ വിഷയങ്ങളായിട്ട് കടന്നു വരുന്നു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതിനേക്കാളെല്ലാം ഉപരി പരിശുദ്ധ ഖുർആനില് പേരെടുത്ത് പറയുന്ന ഏക സ്ത്രീനാമം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവോ അല്ല, മറിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവാണ്. കാരണം അത്രയേറെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കപ്പെട്ട ആ സന്ദേശം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. യേശു ക്രിസ്തു അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് 25 തവണയാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവായിട്ടുള്ള മറിയയുടെ പേര് 30 തവണ പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചതായിട്ട് കാണാൻ സാധിക്കും. അത് കേവലം പരാമർശിക്കല്ല, മറിച്ച് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും, അതായത് അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ലോകത്തുള്ള സർവ്വ വിശ്വാസികൾക്കും മാതൃകാ വനിതയായിട്ട് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ചത് മറിയയാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് തഹ്രീമിന്റെ അവസാനത്തെ വചനത്തിൽ അവസാനത്തെ വാക്കായിട്ട് വരുന്നത് വകാനത് മിനൽ ഖാനിതീൻ. അതായത് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീലിംഗത്തിലല്ല ഖാനിതാത്ത് എന്നല്ല പറഞ്ഞത്, ഖാനിതീൻ. അതായത് ലോകത്തുള്ള സർവ്വ വിശ്വാസികൾക്കും, അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സർവ്വ വിശ്വാസികൾക്കും മാതൃകയാണ് മറിയം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മറിയം മഹത്വപ്പെട്ടവളാകുന്നത് അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവ് അങ്ങേയറ്റം ആദരവും മഹത്വവുമെല്ലാം അവർക്ക് നൽകപ്പെടാനുള്ള കാരണം അവര് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവായി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല. പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്വം പറഞ്ഞ ആ ഒരു വാക്ക് ആരംഭിക്കുന്നത് വ മറിയം ബിൻതു ഇമ്രാൻ, ഇമ്രാന്റെ മകളായിട്ടുള്ള മറിയം എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ആരംഭിക്കുന്നത്. മറിച്ച് അവിടെ യേശു അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചേർത്തല്ല പറയുന്നത്, ഇമ്രാന്റെ മകളായിട്ടുള്ള മറിയം. അതായത് മറിയം സ്വയം അത്രയേറെ ആദരവ് അർഹിക്കുന്നവളാണ് എന്നുള്ള. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല, നമുക്കറിയാം ജൂതരെ സംബന്ധിച്ചിടത്തോളം അവര് മറിയമ്മിന് ഏറ്റവും വഴിപിഴച്ചവളായിട്ടാണ് നഊദു ബില്ലാഹ് ജൂതന്മാര് വിശ്വസിക്കുന്നത്. അങ്ങേയറ്റം വഴിപിഴച്ചവരായിട്ട്
അവര് മറിയയെ മുദ്ര കുത്തിയ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ അവരുടെ മഹത്വം പരിശുദ്ധ ഖുർആൻ സംരക്ഷിക്കുകയാണ്. അതായത് യഥാർത്ഥത്തിൽ അത്രയേറെ മഹത്വപ്പെടുത്തുന്നവളായി മറിയം റളിയല്ലാഹു അൻഹ അവരെ ചിത്രീകരിക്കുക വഴി പരിശുദ്ധ ഖുർആൻ അത് യഥാർത്ഥത്തിൽ ജൂതന്മാരെ ഗണ്ണിക്കുക കൂടെയാണ് ചെയ്യുന്നത്. ബൈബിൾ പോലും ആ രൂപത്തിൽ മഹത്വപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കല്ല. അപ്പൊ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസാഇന്റെ 156-ാമത്തെ വചനത്തിൽ ജൂതന്മാരുടെ ഏറ്റവും വലിയ പിഴവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ച സന്ദർഭത്തിൽ ഓരോന്നായിട്ട് എണ്ണിപ്പറയുന്നുണ്ട്. വഖത്ലഹിമുൽ അംബിയ ബിഗൈരി ഹഖ്, അവര് പ്രവാചകന്മാരെ വധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരെ അവർ വധിച്ചു. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ വരും. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു അവരുടെ ഏറ്റവും വലിയ മറ്റൊരു പാതകം വബി കുഫ്രിഹിം വഖൗലിഹിം അലാ മറിയമ ബുഹ്താനൻ അളീമ, അവരുടെ സത്യനിഷേധം കാരണം മറിയമിന്റെ പേരിൽ, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവിന്റെ പേരിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം അവര് പറഞ്ഞു എന്നുള്ള ജൂതന്മാർക്കുള്ള മറുപടിയാണത്. ആ ബുഹ്താന അലീമ നമുക്കറിയാം. സമാനമായിട്ട് പരിശുദ്ധ ഖുർആനിലെ പ്രവാചക പത്നിയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെ അവിടെ ഉണ്ടായിരുന്ന മുനാഫിക്കുകൾ, മദീനയിൽ ഉണ്ടായിരുന്ന മുനാഫിക്കുകൾ അപവാദം പ്രചരിപ്പിച്ച സന്ദർഭത്തിലും സമാനമായിട്ടുള്ള പദങ്ങൾ സൂറത്തു നൂറിന്റെ 16-ാമത്തെ വചനത്തിലും സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അലീം സമാനമായിട്ടുള്ള പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ജൂതന്മാർക്കുള്ള ശക്തമായിട്ടുള്ള ഖണ്ഡനാണ് പരിശുദ്ധ ഖുർആൻ ആ ഭാഗത്ത് നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ മറ്റൊരു മനോഹരമായിട്ടുള്ള മറ്റൊരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ മറിയം സലാമുൻ അലൈഹ അവരെ സംബന്ധിച്ചുള്ള അത് രണ്ടും നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിരവധി സാദൃശ്യങ്ങൾ 10ഓളം സാദൃശ്യങ്ങൾ ആ പരാമർശങ്ങൾക്കിടയിൽ കാണാൻ സാധിക്കും. പഠിക്കുന്ന ആളുകൾ അത് രണ്ടും ചേർത്ത് വെച്ചൊന്ന് സാമ്യപ്പെടുത്തി വെക്കുക. ഏതായിരുന്നാലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവ് അത്രയേറെ ഇസ്ലാം സ്ഥാനം നൽകുന്നു എന്നുള്ള ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കൗതുകപ്പെടുത്തിയ കാര്യം, ഈ ഒരു വിഷയം പഠിച്ച സന്ദർഭത്തിൽ ഏറ്റവും കൗതുകപ്പെടുത്തിയ ഒരു കാര്യം, പരിശുദ്ധ ഖുർആൻ മറിയം റളിയല്ലാഹു അൻഹ അവർക്ക് നൽകുന്ന ആ സ്ഥാനം കണക്കിലെടുത്ത് മുഫസ്സിറുകൾക്കിടയിൽ, ന്യൂനപക്ഷം മുഫസ്സിറുകൾക്കിടയിൽ കടന്നു വരുന്ന ഒരു ചർച്ച തന്നെ യഥാർത്ഥത്തിൽ മറിയം പ്രവാചകയാണോ അല്ലേ എന്നുള്ള ഒരു ചർച്ച തന്നെ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാതകൾക്കിടയിൽ കടന്നു വരുന്നുണ്ട് എന്നുള്ള. കാരണം അത്രയേറെ മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയത്തിന് പരിശുദ്ധ ഖുർആനിൽ നൽകുന്നത്. ആ മഹത്വം കണ്ടിട്ട് പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാതകൾക്കിടയിൽ ന്യൂനപക്ഷം വ്യാഖ്യാതാക്കൾ ആ രൂപത്തിൽ അഭിപ്രായപ്പെട്ട സന്ദർഭത്തിൽ ആ ഒരു ചർച്ച വരെ, പോയിന്റ് എന്താന്ന് വെച്ചാൽ ആ രൂപത്തിലുള്ള ഒരു ചർച്ച വരെ ഇസ്ലാമിക അല്ലെങ്കിൽ ഖുർആൻ മുഫസ്സിറുകൾക്കിടയിൽ രൂപപ്പെടാനുള്ള കാരണം അത്രയേറെ മഹത്വം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവിന് അല്ലെങ്കിൽ മറിയക്ക് പരിശുദ്ധ ഖുർആൻ നൽകുന്നത് കൊണ്ടാണ്. അപ്പൊ അത്രയേറെ മഹത്വമാണ് മറിയം സലാമുൻ അലൈഹി അവർക്ക് ഇസ്ലാം നൽകുന്നത്. മറിയത്തിന് മാത്രമല്ല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഇസ്ലാം നൽകിയ മഹത്വങ്ങൾ എത്രയാണ്. നേരത്തെ ഞാൻ പറയാൻ വിട്ടൊരു കാര്യം, വളരെ വിചിത്രമായിട്ട് വളരെ കൗതുകപ്പെടുത്തിയ ഒരു ഉദ്ധരണി കാണാൻ സാധിച്ചത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ, ഇൻഷാ അല്ലാഹ് അത് നമ്മൾ അവസാനം സൂചിപ്പിക്കും, രണ്ടാമത് തിരിച്ചു വന്ന് യഥാർത്ഥത്തിൽ ഇവിടെ മരണപ്പെട്ടതിന് ശേഷം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഖബറടക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തായിട്ട് മദീനയിലായിരിക്കും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുക എന്ന് ചില ഉദ്ധരണികളിൽ സൂചിപ്പിച്ചായിട്ട് കാണാൻ സാധിക്കും. ഹദീസ് ചില ആളുകൾ ദഈഫ് എന്ന് സൂചിപ്പിച്ച ഹദീസ്, ചില ആളുകൾ ഹസൻ എന്നും ഹദീസ് രേഖപ്പെടുത്തിയായിട്ട് കാണാൻ സാധിക്കും. ഇതിന്റെ പ്രാമാണികത ആഴത്തിൽ പരിശോധിച്ചിട്ടില്ല. ഹദീസ് ശരിയാണെങ്കിൽ എത്ര മനോഹരമാണ്, ചിന്തിച്ചു നോക്കുക. മുസ്ലിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് ഗണിക്കപ്പെടുന്ന ആ ഒരു കേന്ദ്രത്തിൽ മുസ്ലിങ്ങൾ സ്വയം ജീവനേക്കാൾ, സ്വയം ശരീരത്തെക്കാൾ സ്നേഹിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന അതേ സ്ഥാനത്തായിരിക്കും പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായിട്ട് മടങ്ങി വരുന്ന ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്ന ആ ഒരു പ്രദേശം അവിടെയാണ്. എത്ര മനോഹരമാണ്. അത്രയേറെ മുസ്ലിങ്ങൾ അത്രയും പ്രാധാന്യത്തോടു കൂടെ കാണുന്ന ഒരു പ്രദേശമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയമായിട്ടുള്ള ഒരു ഹദീസിൽ പറഞ്ഞു, ഞാനാണ് ഈസയോട് ഏറ്റവും അടുത്ത പ്രവാചകൻ. നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ള ജൂതന്മാരോട് പറഞ്ഞത്, നിങ്ങളെക്കാൾ മൂസയോട് അടുത്തത് ഞാനാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈസയോട് ഏറ്റവും അടുത്ത പ്രവാചകൻ ഞാനാണ്, എനിക്കും ഈസക്കും ഇടയിൽ മറ്റു പ്രവാചകന്മാരില്ല. അതാണ് ഹദീസ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, അതായത് ബനു ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട അവസാനത്തെ പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നീട് കടന്നു വരുന്ന അടുത്ത ലോകർക്ക് മുഴുവനായിട്ട് കടന്നു വന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ ഈ രണ്ട് പ്രവാചകന്മാർക്കിടയിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ 560-570 വർഷത്തെ ഇടവേളയുണ്ട് അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടെന്നെല്ലാം സൂചിപ്പിച്ചായിട്ട് കാണാൻ സാധിക്കും. ഇത്രയും നേരം
നമ്മൾ വിഷയത്തിലേക്കുള്ള ഒരു ആമുഖം എന്നുള്ള നിലക്കാണ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്. നമ്മൾ ഓരോന്നായിട്ട് വിശദമായിട്ട് പരിശോധിക്കാൻ പോവാണ്. പരിശുദ്ധ ഖുർആനിലൂടെയാണ് നമ്മളെ വിഷയത്തെ നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും അതിന്റെ കൂടെ നമ്മൾ ഇതര മതഗ്രന്ഥങ്ങളെയും അവലംബിക്കുന്നതാണ്. കാരണം അവരുടെ വിശ്വാസങ്ങൾ മനസ്സിലാക്കാനും അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഏത് രൂപത്തിലാണ് ആ ചരിത്രം അവതരിപ്പിക്കുന്ന അതിന്റെ സൗന്ദര്യം മനസ്സിലാക്കാനെല്ലാം അതിന്റെ കൂടെ നമ്മൾ ഇതര മതഗ്രന്ഥങ്ങളെയും ആശ്രയിക്കുന്നതാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ജനനം മുതലാണ്. നമുക്കറിയാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു വിടുന്ന അദ്ദേഹത്തിന്റെ ജനനത്തിലേക്ക്, ജനനം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ആ ജനനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ബനു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏത് ഘട്ടത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു വീഴുന്നത് എന്നുള്ളത് ചരിത്ര പഠനത്തിൽ അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം ആ ഒരു സാഹചര്യം, അന്നത്തെ ആ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുന്ന സന്ദർഭത്തിലെ എന്തുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ജൂതന്മാർ അത്രയേറെ എതിർക്കാനുണ്ടായ കാരണമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ബനു ഇസ്രായേലിന്റെ മൊത്തത്തിലുള്ള ചരിത്രം, ആ ചരിത്രത്തിൽ ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ആ ഭാഗങ്ങളൊന്ന് നമ്മൾ ഓടിച്ച് ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഒന്ന് ഓടിച്ചു പോവാണ്. ജൂത ചരിത്രം മൊത്തത്തിൽ നമ്മളൊന്ന് ഓടിച്ചു പോവാണ്. അതിന് ശേഷം നമ്മൾ ഏത് ഘട്ടത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത് എന്നതിലേക്ക് നമ്മൾ തിരിച്ചെത്തും. അപ്പൊ ജൂത ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നിരവധി ഉയർച്ചയും താഴ്ചയും നിറഞ്ഞതാണ് ജൂത ചരിത്രം ഉടനീളം. ഒരു ECG ഗ്രാഫ് പോലെയാണ്. അപ്പൊ മുൻകാലത്ത് നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ഫിർഔനുമായിട്ടുള്ള പ്രശ്നം, അതിനുശേഷം ഫിർഔനിൽ നിന്ന് നമുക്ക് രക്ഷ തേടി ആ ഒരു സമൂഹം, ആ കടൽ പിളർന്ന് അവര് കടൽ പിളർന്ന ഒരു സ്ഥലത്തെത്തുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് കയറാൻ അവരോട് കൽപ്പിക്കുന്നു. ആ സന്ദർഭത്തിൽ ധിക്കാരികളായിരുന്ന ആ ജനത അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന കേൾക്കുന്നില്ല. ഇദ്ഹബു അൻത വറബ്ബുക ഖാതില. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. ഓരോന്നും വിശദമായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നില്ല. ആ സന്ദർഭത്തിൽ രണ്ടേ ആളുകളാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ പോകാൻ സന്നദ്ധമായത്. അവസാനം അവരാ കൽപ്പന, ധിക്കാരം മൂലം, കൽപ്പന ലംഘിച്ചത് മൂലം അവരാ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരാൻ. ആ അലഞ്ഞു തിരിഞ്ഞ് നടന്ന സന്ദർഭത്തിലുള്ള മന്നാ സൽവ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതെല്ലാം സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആ മരുഭൂമിയിലുള്ള ആ ഒരു പ്രവാസം, ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുന്നതിന് ശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിൻഗാമിയായിട്ട് അദ്ദേഹത്തിന്റെ ഫത യൂഷ ബിൻ നൂനാണ് പിന്നീട് കടന്നു വരുന്നത്. അദ്ദേഹം അവരെ നയിക്കുന്നു. അദ്ദേഹം ഫലസ്തീനിലുള്ള ചില പ്രദേശങ്ങൾ ജൂതന്മാർക്ക് വേണ്ടി കീഴടക്കുകയാണ്. പിന്നീട് കാര്യമായിട്ട് ജൂത ചരിത്രത്തിൽ ആദ്യത്തെ അവരുടെ രാജാവായിട്ട് വരുന്നത് ഷൗലാണ്. ഷൗല് ബൈബിൾ പ്രകാരം ഷൗല്, പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, ശംവീൽ എന്നറിയപ്പെടുന്ന ഒരു പ്രവാചകൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 247 വചനത്തിൽ വഖാല ലഹും നബിയ്യുഹും, അവരിലേക്ക് അയക്കപ്പെട്ട ആ പ്രവാചകനോട് അവർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അവിടെ നബിയുഹും എന്നുള്ളതിന്റെ വ്യാഖ്യാന തഫ്സീറുകളിൽ ഈ ഒരു ശംവീലിനെ സംബന്ധിച്ചാണെന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും എന്നുള്ള. അദ്ദേഹത്തിന്റെ പേര് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. നമുക്കറിയാം ഖുർആനിൽ എല്ലാ പ്രവാചകന്മാരെയും പേര് പറഞ്ഞിട്ടില്ല. 25 പ്രവാചകന്മാരുടെ പേര് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ ശംവീൽ അവരെ ഭരിക്കുന്നു. അതിനുശേഷം ശംവീൽ മരണപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം താലൂത്തിനെ അവർക്ക് രാജാവായിട്ട് നിശ്ചയിക്കുകയാണ്, അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട്. ആ താലൂത്തിനെ അദ്ദേഹം പിൻഗാമിയായിട്ട് നിശ്ചയിക്കുന്നു. അതിനുശേഷം നമുക്കറിയാം താലൂത്തും ജാലൂത്തും തമ്മിലുള്ള സംഘട്ടനം, അതും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 249 ആയത്ത് മുതലുള്ള ഒരു കഥ നിങ്ങൾ അവിടെ പരിശോധിച്ച് നോക്കുക. അവിടെ താലൂത്തും ജാലൂത്തും തമ്മിലുള്ള സംഘട്ടനം നേരുന്നു. അവസാനം അവരെ കീഴടക്കുന്നു. അതിനുശേഷം ത്വാലൂത്തിന്റെ സംഘത്തിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ദാവീദ് അല്ലെങ്കിൽ ഡേവിഡ് അല്ലെങ്കിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് താലൂത്തിന് ശേഷം ബനു ഇസ്രായേലിനെ ഭരിക്കുന്നത്. ബനു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും സുവർണ കാലഘട്ടമായിട്ട് അവർ സ്മരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭരണകാലം. ഏറ്റവും സുവർണ കാലഘട്ടമായിട്ട് ജൂതർ സ്മരിക്കുന്ന കാലഘട്ടം. പിന്നീട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം, അതായത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വാഗ്ദത്ത ഭൂമിയെല്ലാം അവർക്ക് പിടിച്ച് നൽകി എന്നുള്ളതാണ്. വാഗ്ദത്ത ഭൂമി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ട് കടന്നു വരുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ സോളമൻ, അവർ വിളിക്കുന്ന സോളമൻ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു. അദ്ദേഹവും ജൂത ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കടന്നു വരുന്ന ഒരു പ്രവാചകനാണ്. നമുക്കറിയാം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ആ ഹൈക്കൽ അല്ലെങ്കിൽ ആ ടെമ്പിൾ മൗണ്ട്, അത് ജൂതന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമായിട്ട് ജെറൂസലേമിലുണ്ട്. അതുകൊണ്ടാണ് ജൂതന്മാര് ജെറൂസലേമായിട്ട് അവർക്കുള്ള ബന്ധം. അത് പിന്നീട് യഥാർത്ഥത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാപിച്ചത് ഒരു പള്ളിയായിരുന്നു. പക്ഷേ ജൂതന്മാർ ആ രൂപത്തിലാണ് ചരിത്രത്തെ നോക്കിക്കാണുന്നത്. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മരണത്തോടു കൂടെ ജൂതന്മാരുടെ അല്ലെങ്കിൽ ബനു ഇസ്രായേലിന്റെ പതനം ആരംഭിക്കാൻ ആദ്യം എന്താണ്, അവർ തമ്മിലടി തുടങ്ങി. ആദ്യമായിട്ട് അവര് 2 രാജ്യങ്ങളായിട്ട് വിഭജിച്ചു എന്നുള്ളത്. ബനു ഇസ്രായേൽ 2 രാജ്യങ്ങളായിട്ട് വിഭജിച്ചു. അതില്
വടക്ക് ഭാഗം ഇസ്രായേൽ എന്ന പേരിൽ ഒരു രാജ്യം വടക്ക് ഭാഗത്ത് രൂപപ്പെടാൻ, ജൂതന്മാരുടെ ഒരു രാഷ്ട്രം ഇസ്രായേൽ എന്ന പേരിൽ അതിന്റെ ക്യാപിറ്റൽ, അതിന്റെ ആസ്ഥാനമായിട്ട് അവർ നിയമിച്ചത് സാമരിയ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്താണ്. അതാണ് വടക്ക്. അതേ സന്ദർഭത്തിൽ തെക്ക് ഭാഗത്തെ അവർ ജൂദായ അല്ലെങ്കിൽ യഹൂദ രാജ്യം അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ജൂഡ എന്ന പേരിൽ തെക്ക് ഭാഗത്ത് മറ്റൊരു രാജ്യം രൂപപ്പെടുകയാണ്. അതിന്റെ ക്യാപിറ്റലായിട്ട് അവര് ജെറൂസലേമിനെയും തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം ബനു ഇസ്രായേൽ രണ്ട് രാജ്യമായിട്ട് പിളരുകയാണ്, ഇസ്രായേലും യഹൂദ രാജ്യവും. അതിൽ നമുക്കറിയാം ബനു ഇസ്രായേൽ എന്ന് പറയുമ്പോൾ 12 ഗോത്രങ്ങളായിരുന്നു. പ്രത്യേകം മനസ്സിലാക്കണം, 12 ഗോത്രങ്ങളായിരുന്നു. നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പാറയിൽ നിന്നും വെള്ളം അടിച്ച സന്ദർഭത്തിൽ സൂറത്തുൽ ബഖറയുടെ 60-ാമത്തെ വചനത്തിൽ ഇത് വൈദസ്തസ്ഖാ മൂസാ ലിഖൗമിഹി ഫഖുൽ നദ്രിബ് ബിഅസാക്കൽ ഹജർ ഫൻഫജറത് മിൻഹു 12 ഐന. അല്ലാഹു സുബ്ഹാനഹു വ തആല 12 ഉറവകൾ വന്നതായിട്ടെല്ലാം അവിടെ പറയുന്നുണ്ട്. ആ 12 ഗോത്രങ്ങളായിരുന്നു ബനു ഇസ്രായേൽ. അതിൽ ഏറ്റവും ശക്തരായിട്ടുള്ള ഗോത്രം ജൂദായ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ ഗോത്രമാണ്. അതുകൊണ്ടാണ് ജൂത മതം എന്നെല്ലാം അതിന് പിന്നീട് പേര് വരാനുള്ള കാരണം. ഏതായാലും രണ്ടായിട്ട് അവർ പിളർന്നു. ആ രണ്ടായിട്ട് പിളർന്നതിന് ശേഷവും അവര് പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരുന്ന ആ സമയത്തുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം അവരിലേക്ക് ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് പ്രവാചകന്മാരെ അവർക്ക് അയച്ചു കൊടുത്ത് അവരെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ആ തൗറാത്തിന്റെ സന്ദേശത്തിലേക്ക് അവരെ തിരിച്ചു വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവരതൊന്നും ചെവിക്കൊണ്ടില്ല. പക്ഷേ ആ ഒരു ചെവിക്കൊള്ളാത്തത് കൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു പതനം പിന്നീട് അവർക്ക് വരികയാണ്. ആ പതനം സംഭവിക്കുന്നത് രണ്ട് രാജ്യങ്ങളായിട്ട് പിളർന്നതിന് ശേഷം BC 720 നമുക്കറിയാം, ബിഫോർ ക്രൈസ്റ്റ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിന്റെ 720 വർഷം മുമ്പ് അസീറിയക്കാർ അല്ലെങ്കിൽ അസൂരികൾ എന്ന പേരിൽ അവർ അറിയപ്പെടുന്നിട്ട് ഇറാഖിൽ നിന്നും വന്ന ഒരു വിഭാഗം വന്നിട്ട് ആ രണ്ട് രാജ്യങ്ങളിൽ അവർ ഇസ്രായേലിനെ സമ്പൂർണ്ണമായിട്ട് അസൂരികൾ പിടിച്ചടക്കി. ഇസ്രായേലിനെ സമ്പൂർണ്ണമായിട്ട് അവർ പിടിച്ചടക്കി. ആയിരക്കണക്കിന് ഇസ്രായേലരെ അവർ വധിച്ചു, നിരവധി ആളുകളെ പുറത്താക്കുകയെല്ലാം ചെയ്ത് സമ്പൂർണ്ണമായിട്ട് ഇസ്രായേലിനെ അവർ കീഴടക്കി. പിന്നീട് ബാക്കിയാകുന്നത് യഹൂദ രാജ്യം മാത്രമാണ്. ആ രണ്ടിലൊരു രാജ്യം സമ്പൂർണ്ണമായിട്ട് തകർന്നു. പിന്നീട് ബാക്കിയായ യഹൂദ രാജ്യത്തെ പിന്നീട് BC 590, അതായത് യേശുക്രിസ്തു ജനിക്കുന്നതിന്റെ 590 വർഷം മുമ്പ് ബാബിലോണിയയിൽ നിന്നും ഒരു സംഘം വന്ന് യഹൂദ രാജ്യത്തെയും കംപ്ലീറ്റ് ആയിട്ട് അവർ കീഴടക്കി. നമുക്കറിയാം ചരിത്രത്തിൽ അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തി നബൂഖദ്നസർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി വന്ന് ആ ജൂതരാഷ്ട്രത്തെ തകർത്ത് തരിപ്പണാക്കി. ജൂത ചരിത്രത്തിൽ ഏറ്റവും വലിയ ജൂതന്മാരുടെ പതനായിട്ട് അവർ കണക്കാക്കുന്ന ആ ഒരു ആക്രമണം, ഒന്നാമത്തെ പതനം. 6 ലക്ഷം ആളുകളെയാണ് അന്ന് നബൂഖദ്നസർ വധിച്ചത്. മാത്രമല്ല അവരുടെ ആ പ്രധാനപ്പെട്ട ആ ദേവാലയം അദ്ദേഹം തകർക്കുകയും ചെയ്തു. ജൂതന്മാരുടെ ഏറ്റവും വലിയൊരു വീഴ്ചയായിരുന്നു. അതോടുകൂടെ ആ രണ്ട് ജൂതരാജ്യങ്ങളും സമ്പൂർണ്ണമായിട്ട് തകർന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിലും ഇസ്രായേലിലേക്ക് പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. പിന്നീട് യഥാർത്ഥത്തിൽ ജൂതന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നത് BC 539 539 എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പേർഷ്യക്കാർ വന്ന് ബാബിലോണിയക്കാരെ കീഴടക്കാണ്. പേർഷ്യൻ രാജാവായിരുന്ന സൈറസ്, പേർഷ്യ എന്ന് വെച്ചാൽ പുരാതന ഇറാൻ, അവര് വന്നിട്ട് ബാബിലോണിയക്കാരെ കീഴടക്കിയതോടുകൂടെ പിന്നീട് ആ സൈറസ് രാജാവ്, അതായത് പേർഷ്യൻ രാജാവ്, അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ്. അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകി. അതേപോലെ തന്നെ അവരുടെ ആ തകർന്ന ആ ദേവാലയം പുനർനിർമ്മിക്കാനുള്ള അനുമതിയെല്ലാം ആ സൈറസ്, അതായത് പേർഷ്യൻ രാജാവ് നൽകി. അതുകൊണ്ട് തന്നെ ജൂത ചരിത്രത്തിൽ അങ്ങേയറ്റം അവർ ആദരിക്കപ്പെടുന്ന ഒരു രാജാവാണ് പേർഷ്യൻ രാജാവായിട്ടുള്ള സൈറസ്. അദ്ദേഹത്തെ മിശിഹയായിട്ടാണ് അവർ കാണുന്നത്. മിശിഹ എന്താന്നുള്ളത് ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ വിശദീകരിക്കും. അത്രയേറെ അവർ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ പേർഷ്യൻ രാജാവ്. പക്ഷേ അതിൽ അവസാനിച്ചില്ല. പേർഷ്യൻ രാജാവിന്റെ കീഴിൽ അവർക്ക് സ്വാതന്ത്ര്യം നൽകി അവർ ഉയർത്തെഴുന്നേറ്റെങ്കിലും പിന്നീട് വീണ്ടും ജൂതന്മാർക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു പതനാണ് പിന്നീട് BC 332. വർഷം ഇങ്ങനെ കുറഞ്ഞു വരാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തിലെ അടുത്തേക്കാണ് നമ്മൾ വരുന്നത്. BC 332 ഗ്രീക്ക് ഭരണം അവിടെ എത്തുകയാണ്. നമുക്കറിയാം മാസിഡോണിയയിലെ മഹാനായ അറിയപ്പെടുന്ന അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ആ പടയോട്ടം നടത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം ഫലസ്തീന് കീഴടക്കി. അതോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ ഗ്രീക്ക് ഭരണത്തിന് കീഴിൽ വരികയാണ്. ഗ്രീക്ക് ഭരണത്തിന് കീഴിൽ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർക്ക് അങ്ങേയറ്റം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരികയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഗ്രീക്കുകാർ അവരുടെ ദൈവസങ്കല്പം പോലും ജൂതന്മാരിൽ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. എല്ലാ നിലക്കും ആരാധനാ സ്വാതന്ത്ര്യം എല്ലാം ജൂതന്മാർക്ക് അവിടെ നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഗ്രീക്കുകാർക്കിടയിൽ അല്ലെങ്കിൽ ഗ്രീക്കുകാരുടെ ഭരണത്തിനിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജൂതന്മാര് അവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ചില മുന്നേറ്റങ്ങൾ, അതായത്
ഗ്രീക്ക് ആധിപത്യത്തിനെതിരെ ചില മുന്നേറ്റങ്ങൾ ജൂതന്മാർക്കിടയിൽ നിന്നുണ്ടായി. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മക്കാബി വിപ്ലവം എന്നറിയപ്പെടുന്ന, അതായത് ജൂതന്മാരുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ജൂഡസ് മാക്കബിയസ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി. അതായത് ജൂത ചരിത്രത്തിൽ അദ്ദേഹത്തെയും അവര് മെസ്സിഹയായിട്ട് കാണപ്പെടുന്ന മറ്റൊരു വ്യക്തിയാണ് ജൂഡസ് മാക്കബിയസ്. ഈ ജൂഡസ് മാക്കബിയസ് യഥാർത്ഥത്തിൽ ഗ്രീക്കുകാർക്കെതിരെ ഒരു വിപ്ലവം നയിച്ച് പിന്നീട് അദ്ദേഹത്തിന്റെ ആ വിപ്ലവത്തിലൂടെ ജൂതന്മാർക്ക് ആരാധനാ സ്വാതന്ത്ര്യം അദ്ദേഹം നേടിക്കൊടുക്കുകയാണ്. അദ്ദേഹത്തെയും ഞാൻ പറഞ്ഞു ജൂതന്മാർ മസീഹായിട്ടാണ് കാണുന്നത്. പിന്നീട് BC 63, അതായത് വർഷം കുറഞ്ഞ ഒരല്പം കൂടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ BC 63 ഗ്രീക്കുകാരെ കീഴടക്കി റോമക്കാർ ഭരണം വരികയാണ്. ഈ റോമും പേർഷ്യയും നമുക്കറിയാം ചരിത്രത്തിലുടനീളം അവര് തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ ഗ്രീക്കുകാരെ കീഴടക്കി അവസാനം റോമൻ ഭരണം അവിടെ വരികയാണ്. ആ റോമൻ ഭരണകാലത്താണ് യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനം സംഭവിക്കുന്നത്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പൊ റോമക്കാർ ഫലസ്തീന് കീഴടക്കി. റോമൻകാരുടെ രീതി എന്താന്ന് വെച്ചാൽ അവർ കീഴടക്കിയ പ്രദേശം നേരിട്ട് ഭരിക്കാതെ അവര് റോമൻ പ്രതിനിധികൾ ഓരോ പ്രദേശത്തേക്ക് അവർ വെച്ചു കൊടുത്തു എന്നുള്ള. യഥാർത്ഥത്തിൽ ഭരിക്കുന്ന ആള് റോമക്കാരുടെ ആളായിരിക്കും. അതായത് അയാളുടെ റിമോട്ട് റോമൻ ഭരണകൂടത്തിന് കീഴിലായിരിക്കും. അവരായിരിക്കും അദ്ദേഹത്തെ നിയന്ത്രിക്കുക. പക്ഷേ അതായത് സിൻക്രറ്റിസം എന്നറിയപ്പെടും ചരിത്രത്തിൽ. സിൻക്രറ്റിസം എന്നാണ് അതിനെ വിളിക്കുക. അതായത് ആത്യന്തികമായിട്ടുള്ള കൺട്രോള് റോമൻ ഭരണകൂടത്തിന് കീഴിലായിരിക്കും. അവര് നിശ്ചയിക്കപ്പെടുന്ന ചില പ്രതിനിധികൾ ആ രാജ്യം ഭരിക്കും എന്നുള്ളതാണ്. അതേ രൂപത്തിൽ റോമക്കാർ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർക്ക് ഭരണാധികാരിയായിട്ട് നിശ്ചയിച്ചു കൊടുത്തൊരു രാജാവായിരുന്നു ഹെറോദസ് രാജാവ്. അറബിയിൽ ഹീറൂദ് എന്നും അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ ഹെറോഡ് ദ ഗ്രേറ്റ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ രാജാവായിട്ട് ജൂതന്മാർക്ക് റോമക്കാർ നിയമിച്ചു കൊടുക്കുകയാണ്. ഈ ഹെറോദസ് എന്നറിയപ്പെടുന്ന രാജാവ് അദ്ദേഹം അതിക്രൂരനായിരുന്നു. അദ്ദേഹം ജൂതന്മാരോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പുറമേക്ക് ജൂതനായിട്ട് അഭിനയിച്ചെങ്കിലും അകം കൊണ്ട് അദ്ദേഹം കടുത്ത ജൂത വിരോധിയാണ്. അദ്ദേഹം റോമക്കാരുടെ ആ പ്ലാനുകളെല്ലാം നടപ്പിലാക്കാനുള്ള ഒരു റബ്ബർ സീലായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ അടിച്ചമർത്തപ്പെട്ടവരായിട്ട് ജൂതരെങ്ങനെ ജീവിക്കേണ്ടി വരികയാണ് കാലങ്ങളോളം. അദ്ദേഹത്തിന്റെ രാജാവിന്റെ ക്രൂരമായിട്ടുള്ള നടപടികളെ വിമർശിക്കുന്ന ആളുകളെല്ലാം അദ്ദേഹം ശക്തമായിട്ട് കൊന്നൊടുക്കുകയും ചെയ്തു എന്നുള്ള. ആ രൂപത്തിൽ ഒരു അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗമായിട്ട് റോമക്കാരുടെ കീഴിൽ ജൂതന്മാര് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു വീഴുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റോമൻ ഭരണത്തിന് കീഴിൽ അവര് നിശ്ചയിക്കപ്പെട്ട ഹെറോദസ് രാജാവിന്റെ കീഴിൽ അടിച്ചമർത്തപ്പെട്ടവരായിട്ട് ജൂതജനത കാലങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ ഉടനീളം നിരവധി കാലങ്ങളായിട്ട് അവർ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരാൻ. ഈ ഒരു സമയത്തെല്ലാം തങ്ങളുടെ ഈ പീഡനത്തിൽ നിന്നെല്ലാം ഒരിക്കലും മോചനം ഉണ്ടാകും. അതായത് തങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരാൾ ദൈവം അയക്കും, അയാളിലൂടെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ പ്രതാപവും തിരിച്ചു കിട്ടും. ദാവീദിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ സുവർണകാലം ഞങ്ങൾക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ജൂതന്മാർ ചരിത്രത്തിലുടനീളം. അവര് അതിനുവേണ്ടി ഒരു മസീഹിനെ അല്ലെങ്കിൽ ഒരു മിശിഹായെ അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മിശിഹ എന്താന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. ജൂത ചരിത്രത്തിലുടനീളം അവരുടെ ഉന്നമനത്തിന് അല്ലെങ്കിൽ അവരുടെ വിജയത്തിനായിട്ട് അവർ പ്രവർത്തിച്ച ആളുകളെല്ലാം ജൂതന്മാര് മസീഹ് അല്ലെങ്കിൽ മിശിഹ എന്നാണ് വിളിച്ചത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും, ബാബിലോണിയക്കാരെ കീഴടക്കി വന്ന പേർഷ്യൻ ഇറാനിയൻ രാജാവായിരുന്ന സൈറസ് വന്നതോടുകൂടി അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകി. ഞാൻ പറഞ്ഞു, ആ സൈറസ് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ആ സൈറസിനെ അവർ മസീഹായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഗ്രീക്കുകാരുടെ ഭരണത്തിന് കീഴിൽ അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം എല്ലാം നിഷേധിക്കപ്പെട്ട സന്ദർഭത്തിൽ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർക്ക് വിപ്ലവം സൃഷ്ടിച്ച നേരത്തെ ഞാൻ പറഞ്ഞു ജൂഡസ് മാക്കബിയസ് ജൂതന്മാർ അദ്ദേഹത്തെയും മസീഹായിട്ടാണ് അവർ കാണുന്നത്. അപ്പൊ മസീഹ എന്നുള്ളത് ഇതേ രൂപത്തിൽ കടന്നു വരുന്ന പുരോഹിതന്മാരെയും പ്രധാനപ്പെട്ട രാജാക്കന്മാരെയെല്ലാം അവർ മസീഹായിട്ട് അവർ വിളിക്കുന്നുണ്ടെന്നല്ല. അപ്പൊ ഓർത്തഡോക്സ് ജൂ വിശ്വാസപ്രകാരം ഓരോ 100 വർഷത്തിലും ഒരു മസീഹി കടന്നു വരും എന്നുള്ള. സുബ്ഹാനല്ലാഹ്, സമാനാണ്. അപ്പൊ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടും പറഞ്ഞത് ഓരോ മുസ്ലിം ഉമ്മത്തിലും ഓരോ 100 വർഷത്തിലും ഒരു മുജദ്ദിദ് കടന്നു വരും എന്നുള്ള ഹദീസ് എല്ലാം സമാനമായിട്ട് ചേർത്ത് വെക്കുക. ഇതേ രൂപത്തിൽ നിരവധി മസീഹുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയൊരു റിയൽ മസീഹ് ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹം വരാനിരിക്കുന്നതുള്ള അദ്ദേഹം ദാവീദിന്റെ പിൻഗാമിയായിരിക്കും. അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മസീഹ് ഇബ്നു ദാവൂദ് എന്നറിയപ്പെടുന്ന വ്യക്തിയെ അവർ കാലങ്ങളായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാൻ. അയാൾ വന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ അദ്ദേഹം അധികാരം സ്ഥാപിക്കും. പിന്നീട് ഭൂമിയിൽ മുഴുവൻ സമാധാനമായിരിക്കും. അതേപോലെ തന്നെ അബ്രഹാമിന്റെ ദൈവത്തെ ഭൂമിയിൽ മുഴുവൻ ആരാധിക്കപ്പെടും.
മുഴുവൻ അതേ രൂപത്തിലുള്ള മറ്റുള്ള വിഗ്രഹങ്ങളെല്ലാം തകർക്കപ്പെടുമെന്നാണ് ജൂതന്മാർ വിശ്വസിക്കുന്നത്. ആ ഒരു മസീഹിനെ അവർ കാലങ്ങളായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രണ്ടാം വരവ് സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതുമായിട്ടും നമ്മൾ ചേർത്ത് വെച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ മസീഹ് വരുന്നത് പ്രധാനമായിട്ട് അവര് മസീഹിനെ പ്രതീക്ഷിക്കുന്നത് അവർക്ക് നഷ്ടപ്പെട്ട അധികാരം തിരിച്ചെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമാണ്. അതേ സന്ദർഭത്തിൽ അതായത് റോമൻ ഭരണത്തിന് കീഴിൽ അവർ അടിച്ചമർത്തപ്പെട്ടവരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ റോമക്കാരെ കീഴടക്കാൻ വേണ്ടി കടന്നു വരുന്ന ഒരാളായിട്ട് മാത്രമാണ് മസീഹിനെ അവർ പ്രതീക്ഷിക്കുന്നത്. അതേ സന്ദർഭത്തിൽ അവർക്ക് ഏറ്റ വിശ്വാസപരമായിട്ടുള്ള വൈകല്യങ്ങൾ, അതായത് തൗറാത്തിൽ അവർ ചേർത്ത മായങ്ങൾ, തൗറാത്ത് നിരവധി കാര്യങ്ങൾ അവർ തിരുത്തി, അതേപോലെ തന്നെ വിശ്വാസപരമായിട്ടും ധാർമ്മികപരമായിട്ടും അവർക്കേറ്റ വൈകല്യങ്ങളെല്ലാം അവർ മറന്നു. അതെല്ലാം അവർ മറന്നിട്ട് കേവലം അധികാരപരമായിട്ടുള്ള ഒരു ഉന്നമനത്തിന് വേണ്ടി മാത്രം മസീഹിനെ പ്രതീക്ഷിക്കുന്ന ഒരു ജനതയായിട്ട് ജൂതന്മാർ മാറി എന്നുള്ളതാണ്. അപ്പൊ മസീഹ് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തി, മസീഹ് എന്നുള്ളത് ഒരാളല്ല, നിരവധി ആളുകളാ നേരത്തെ കടന്നു വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയാൻ പറ്റത്, ഇപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്ന അതേ വർഷം തന്നെ ഹെറോദസ് രാജാവിന്റെ ഒരു ഭൃത്യൻ, അതായത് അദ്ദേഹത്തിന്റെ പേര് സിമോൻ പെരോറ എന്ന പേരിലാണ്, അതായത് സിമോൻ, ജോസഫിന്റെ മകൻ സിമോൻ എന്ന പേരിലാണ് അദ്ദേഹത്തെ വിളിക്കപ്പെട്ടത്. ഹെറോദസ് രാജാവിന്റെ ഒരു ഭൃത്യൻ. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അദ്ദേഹം ജൂതന്മാരെ വെറുത്ത ഹെറോദസ് രാജാവിന്റെ എതിരെ അദ്ദേഹം ചില നീക്കങ്ങൾ നടത്തി. എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ജെറിക്കോ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് രാജാവിന്റെ ഒരു കൊട്ടാരം ഈ സിമോൻ അദ്ദേഹം കത്തിച്ചു. ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ പറഞ്ഞു, അയാളായിരിക്കും മസീഹ്, അദ്ദേഹം മസീഹാണെന്ന് അവർ കരുതി. പക്ഷേ വൈകാതെ തന്നെ ഹെറോദസ് രാജാവ് അദ്ദേഹത്തെ പിടിച്ച് തല വെട്ടി എന്നുള്ള. അപ്പൊ ഇതേ രൂപത്തിൽ ഓരോ ആളുകൾ വരുന്ന സന്ദർഭത്തിലും ഇതായിരിക്കും മസീഹ് എന്ന് അവർ പഴയ നിയമം അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു എന്നുള്ള. പഴയ നിയമം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതേ രൂപത്തിൽ അവർ ചോദിക്കുന്ന നിരവധി ആളുകളോട് നിങ്ങളാണോ മസീഹ് എന്നുള്ള ചോദ്യങ്ങളെല്ലാം പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും എന്നുള്ള. അപ്പൊ പഴയ ആളുകൾ പല വ്യാജന്മാരും ആ പേരിൽ ഏതുപോലെ വെച്ചാൽ സമാനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഇതേ രൂപത്തിൽ മഹദിയെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അവസാന കാലിൽ മഹദി കടന്നു വരും. മഹദി കടന്നു വന്നാൽ ഇതേ രൂപത്തിൽ ഭൂമിയിൽ അദ്ദേഹം യുദ്ധം നടത്തി ഭൂമിയിൽ സമ്പൂർണ്ണമായിട്ട് ശത്രുക്കളെ കീഴടക്കുന്ന എല്ലാം ഹദീസുകൾ കാണാൻ സാധിക്കും. അതിന് സമാനമായിട്ട് അതേപോലെയല്ല, പക്ഷെ അതിന് സമാനമായിട്ടുള്ള വിശ്വാസമാണ് ജൂതന്മാർ വെച്ച് പുലർത്തുന്നത്. അപ്പൊ അത് മഹദിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലോ. നിരവധി ആളുകൾ ഇന്നും മഹദിയാണെന്ന് പറഞ്ഞ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്ത് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 80കളിൽ നമുക്കറിയാം ഹറമില് മസ്ജിദുൽ ഹറാമിൽ ജുഹൈമാൻ അൽ ഉത്തൈബി എന്നറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹം മസിയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കടന്നു വന്നത്. ഏതായിരുന്നാലും ആ ഒരു സന്ദർഭത്തിൽ, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്ന സന്ദർഭത്തിൽ മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയായിരുന്നു ജൂതന്മാര്. പക്ഷെ അതേ സന്ദർഭത്തിൽ അവരെല്ലാ അർത്ഥത്തിലും അധപ്പതിച്ച ഒരു സമൂഹമായിട്ട് ആ സന്ദർഭത്തിൽ മാറിയിരുന്നു. അതായത് വിശ്വാസപരമായിട്ട് അവർ മാറി, തൗറാത്ത് അവർ തിരുത്തി, അതേപോലെ തന്നെ ധാർമ്മികപരമായിട്ട് അങ്ങേയറ്റം അധപ്പതിച്ചു എങ്ങനെയെന്ന് വെച്ചാൽ കൊലപാതകം, അതേപോലെ തന്നെ വ്യഭിചാരം, പലിശ, മോഷണം, അതെല്ലാം സർവ്വസാധാരണയായിട്ട് അവിടെ മാറി എന്നുള്ളതാണ്. ഈ രൂപത്തിലാണ് ആ രൂപത്തിലുള്ള അവർക്കേറ്റ വൈകല്യങ്ങൾ അല്ലെങ്കിൽ അത് വ്യതിയാനങ്ങളെല്ലാം അവർ മറന്ന് അവര് മസീഹിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് കേവലം ആ റോമക്കാരെ തോൽപ്പിച്ച് തങ്ങളെ ഉയർത്തുന്ന, അധികാരപരമായിട്ട് ഉയർത്തുന്ന ഒരാളായിട്ട് മാത്രം മസീഹിനെ പ്രതീക്ഷിക്കുന്നവരായിട്ട് ജൂത ജനത മാറി എന്നുള്ളതാണ്. ആ ഒരു സന്ദർഭത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. ഈ മറ്റൊരു കാര്യം, ഈ രൂപത്തിൽ അധപ്പതിച്ച ഒരു ജനവിഭാഗമായിട്ട് അവർ മാറിയെങ്കിലും ആ ഒരു സന്ദർഭത്തിൽ ബനു ഇസ്രായേലിൽ ഒരല്പം ആളുകൾ, തഫ്സീറുകൾ കാണാൻ സാധിക്കും, 100-ൽ താഴെ ആളുകൾ യഥാർത്ഥത്തിലുള്ള ആ തൗറാത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗം, വളരെ ന്യൂനപക്ഷം വരുന്ന ഒരു ജനവിഭാഗം ആ സന്ദർഭത്തിൽ അവിടെ ജീവിക്കുന്നുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ അവർക്ക് നിരവധി പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ന്യൂനപക്ഷം വരുന്ന ഒരു ജനവിഭാഗം അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ജനവിഭാഗമാണ് നമുക്കറിയാം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അതേപോലെ തന്നെ ഇമ്രാന്റെയും കീഴിലുണ്ടായിരുന്ന ആ ജനവിഭാഗം. അതാണ് പരിശുദ്ധ ഖുർആൻ ഈ രണ്ട് കുടുംബത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് സൂറത്തു ആലി ഇമ്രാനിലേക്ക് സൂറത്ത് ആലി ഇമ്രാനിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരാമർശിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. ഒരിക്കൽ കൂടെ ആവർത്തിക്കാണ്, ഇതേ രൂപത്തിലുള്ള ഒരു അധപ്പതനം ബനു ഇസ്രായേലിന് സംഭവിച്ച സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുറുകെ പിടിച്ച് യഥാർത്ഥത്തിലുള്ള തൗറാത്തിന്റെ സന്ദേശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ന്യൂനപക്ഷം അവിടെ ജീവിക്കുന്നുണ്ടായിരുന്നു. ആ ന്യൂനപക്ഷത്തെ നയിച്ചിരുന്നത് പ്രധാനമായിട്ട് രണ്ടാളുകളാണ്. ഒന്ന് ഇമ്രാൻ, അതേപോലെ തന്നെ സക്കരിയ. ഇമ്രാൻ കുടുംബമെന്ന് പരിശുദ്ധ ഖുർആൻ വിളിക്കുന്ന അവരെയാണ്.
പരിശുദ്ധ ഖുർആനില് അവിടെ മുതലാണ് ഖുർആനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആനില് ആ ഇമ്രാന്റെ കുടുംബം പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനത്തിലേക്ക് കടന്നു വരുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനം പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുള്ള ആ രണ്ട് സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ, അതായത് യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനത്തിലൂടെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. അതിനുള്ള കാരണം ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ പറയും. പ്രധാനമായിട്ട് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്ന ഇൻട്രൊഡക്ഷൻ ആയിട്ട് പരിശുദ്ധ ഖുർആനിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, പ്രധാനമായിട്ടും പരിശുദ്ധ ഖുർആനിലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത് 4 ഭാഗങ്ങളിലാണ്. പ്രത്യേകം മനസ്സിലാക്കുക. ഒന്നാമതായിട്ട് സൂറത്തു ആലു ഇമ്രാനാണ്. പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം. സൂറത്ത് ആലു ഇമ്രാനിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് ബന്ധപ്പെട്ട നിരവധി വിശദീകരണം സൂറത്ത് ആലു ഇമ്രാന്റെ ആരംഭ ഭാഗത്ത് കാണാൻ സാധിക്കും. ആ ഭാഗത്തിന്റെ ഒരു തഫ്സീർ അല്ലെങ്കിൽ അതിന്റെ ഒരു വിശദീകരണം എന്നുള്ള നിലക്ക് അതിന്റെ നിരവധി അവിടെ പറയപ്പെട്ട നിരവധി കാര്യങ്ങളുടെ വിശദീകരണം കടന്നു വരുന്നത് 19-ാമത്തെ അധ്യായം സൂറത്ത് മറിയമിലാണ്. ആ സൂറത്ത് മറിയം മുഴുവനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പറയാൻ വേണ്ടി മാറ്റിവെച്ചതാണ്. പിന്നീട് ഈ രണ്ട് സൂറത്തുകൾ, സൂറത്ത് മറിയം, സൂറത്ത് ആലി ഇമ്രാൻ, അവിടെയാണ് മറിയം സലാമിലെ അവരെ സംബന്ധിച്ചുള്ള ദീർഘമായിട്ടുള്ള പരാമർശങ്ങളെല്ലാം ഈ 2 ഭാഗത്താണ് കടന്നു വരുന്നത്. അപ്പൊ ഈ സൂറത്ത് ആലി ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധേയമായിട്ട് മറ്റൊരു മനോഹരമായിട്ട് കാര്യം, സൂറത്ത് ആലി ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കെതിരെ നീങ്ങിയ ആ ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ പറഞ്ഞ് അവസാനിപ്പിച്ചു. പിന്നീട് അതിന്റെ ബാക്കിയുള്ള ചിത്രം നമുക്ക് ലഭിക്കുന്നത് ഉടൻ തന്നെ കടന്നു വരുന്ന അടുത്ത സൂറത്താണ്, സൂറത്ത് നിസായിലാണ്. സൂറത്ത് നിസാഇന്റെ അവസാനം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിന്റെ അവസാനമാണ് കൈകാര്യം ചെയ്യുന്നത്. സൂറത്ത് നിസാഇന്റെ 155 മുതലുള്ള ആയത്തുകളിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവസാനം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമാണ്. അതിനുശേഷം പിന്നീട് അടുത്തതായിട്ട് 4-ാമത് കഴിഞ്ഞ് 5-ാമതായിട്ട് കടന്നു വരുന്ന സൂറത്തുൽ മാഇദ. സൂറത്തുൽ മാഇദയിലും ക്രൈസ്തവരെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പൊ നമുക്കറിയാം. ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, സൂറത്തുൽ മാഇദ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും ക്രൈസ്തവരായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നുണ്ട്. ആ സൂറത്തിന്റെയും അവസാനത്തെ ഭാഗം 110 മുതലുള്ള ഭാഗത്തിൽ പിന്നീട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആഖിറത്തിൽ സംഭവിക്കുന്നതാണ് അവിടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, മനോഹരമാണ് പാറ്റേൺ. ഒരിക്കൽ കൂടെ ആവർത്തിക്കാണ്. സൂറത്ത് ആലി ഇമ്രാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനം മുതൽ ഏകദേശം അവസാന ഭാഗം വരെ, ജീവിതത്തിന്റെ അവസാന ഭാഗം വരെയുള്ള കാര്യങ്ങൾ അവിടെ വിവരിക്കുന്നു. ഉടൻ തന്നെ അതിന്റെ ഒരു വിശദീകരണം സൂറത്ത് മറിയമിലുണ്ട്. പിന്നീട് അടുത്തതായിട്ട് കടന്നു വരുന്ന സൂറത്തുൽ നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവസാനം സൂറത്ത് നിസാഇന്റെ അവസാന ഭാഗത്ത് പറയുന്നു. അതിനുശേഷം കടന്നു വരുന്ന സൂറത്തുൽ മാഇദ 5-ാമത്തെ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, അത് നമുക്കറിയാം, ജീവിതം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പിന്നീട് ആഖിറത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് തിരിച്ചു വന്നതിന് ശേഷമുള്ള വിചാരണയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സൂറത്തുൽ മാഇദയുടെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഈ 3-4 ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. അതിൽ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സൂറത്തു ആലി ഇമ്രാൻ ആയിരിക്കും. അതോടൊപ്പം തന്നെ ആ സൂറത്ത് ആലി ഇമ്രാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ഒരു വിശദീകരണത്തിന് വേണ്ടി സൂറത്ത് മറിയമിന്റെ മറ്റുള്ള ഭാഗങ്ങളും നമ്മൾ പരിശോധിക്കും. ആ രൂപത്തിലാണ് നമ്മൾ ഈ ഒരു സംസാരം മുന്നോട്ട് പോവുക ഇൻഷാ അല്ലാഹ്. സൂറത്ത് ആലി ഇമ്രാന്റെ 33 മുതലുള്ള ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്ര സംഭവം പറഞ്ഞ് ആരംഭിക്കുന്നത്. ഇന്നല്ലാഹ അസ്തഫ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിമ വ ആല ഇമ്രാന അലൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആദമിനെയും അതേപോലെ തന്നെ നൂഹിനെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അതേപോലെ തന്നെ ഇമ്രാൻ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠരായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. ഇപ്പൊ ഇമ്രാൻ കുടുംബം ഞാൻ നേരത്തെ പറഞ്ഞു, ബനു ഇസ്രായേൽ അവരെല്ലാ അർത്ഥത്തിലും അധപ്പതിച്ച സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ മുറുകെ പിടിച്ച് യഥാർത്ഥ തൗറാത്തിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിച്ച ആ കുടുംബമായിരുന്നു ഇമ്രാൻ കുടുംബം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവരെ ഞാൻ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. അതാണ് 33-ാമത്തെ ആയത്ത്. കഴിയുന്ന ആളുകൾ ദയവായി നിങ്ങൾ പരിശുദ്ധ ഖുർആൻ തുറക്കുക. ഈ ഒരു ഭാഗം അതിന്റെ ആ ഒരു അർത്ഥസഹിതമുള്ള പരിശുദ്ധ ഖുർആൻ തുറന്നു വെച്ച് പറയുന്ന സമയത്ത് ആ ഒരു ഭാഗം നിങ്ങൾ പരിശോധിക്കുക. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് പാരായണം ചെയ്തതിന് ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രമിക്കുക. 35-ാമത്തെ ആയത്തിൽ ഇമ്രാന്റെ ഭാര്യയുടെ പ്രാർത്ഥനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നത്. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇമ്രാന്റെ ഭാര്യയായിരുന്നു യഥാർത്ഥത്തിൽ ഹെന്ന എന്നുള്ള പേര് ഹദീസിലോ ഖുർആനിലോ ഒന്നും എവിടെയും കാണാൻ സാധ്യമല്ല. അത് ഇസ്രായേലിയാത്ത് സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് നമുക്കറിയാം, ഇസ്രായേലിയാത്ത് സ്രോതസ്സുകൾ, അതായത് ബൈബിൾ പോലെയുള്ളത് നമുക്ക് നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില മുഫസ്സിറുകൾ ഈ ഒരു പേര്, ഇമാം തൊബരി എല്ലാം ഈ ഒരു പേര് സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഹെന്ന ബിൻത്ത് ഫാഖൂത്ത് എന്നായിരുന്നു അവരുടെ പേര്. ക്രൈസ്തവർ സെയിന്റ് എന്ന എന്നാണ് അവർ വിളിക്കപ്പെടുന്നത്. ഏതായിരുന്നാലും, അതായത് മറ്റൊരു കാര്യം, ഇമ്രാൻ കുടുംബത്തില് ഇമ്രാനും അതേപോലെ തന്നെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിക്കുന്നത് ഹെന്നയുടെ സഹോദരിയാണ്. ഹെന്നയുടെ സഹോദരി, അതായത് ഇമ്രാന്റെ ഭാര്യയുടെ
സഹോദരിയാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിച്ചത്. അവരുടെ പേര് അതും ഇസ്രായേലിയത്ത് സൂറത്തിൽ കാണാൻ സാധിക്കും, എലിസബത്ത് എന്നായിരുന്നു സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയുടെ പേര്. ഈ രണ്ടാളുകൾക്ക്, അതായത് ഇമ്രാനും സക്കരിയൊക്കെ രണ്ടാളുകൾക്കും അവരൊരുപാട് വാർദ്ധക്യം പിന്നിട്ടിട്ടും രണ്ടാളുകൾക്കും സന്താനം ഉണ്ടായിരുന്നില്ല. രണ്ടാളുകളും വൃദ്ധന്മാരാണ്, പക്ഷേ ആ രണ്ടാളുകൾക്കും സന്താനം ഉണ്ടായിരുന്നില്ല. ആ ഒരു സന്ദർഭത്തിൽ ഇമ്രാന്റെ ഭാര്യ ഒരിക്കൽ, ഈ ഒരു സംഭവം ഇതും ഇസ്രായേലിയത്ത് സ്രോതസ്സുകളിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ തഫ്സീറുകളിൽ ഇമാം റാസിയുടെ തഫ്സീർ, അതേപോലെ തന്നെ ഇബ്നു ഇസ്ഹാഖ് എല്ലാം ഉദ്ധരിക്കപ്പെട്ടതായിട്ടുള്ള ആധികാരികമായിട്ടുള്ള സംഭവം. ഇമ്രാന്റെ ഭാര്യ, അതായത് മറിയമിന്റെ മാതാവ്, മറിയം ജനിക്കുന്നതാണ് നമ്മളിവിടെ പറയുന്നത്, അത് മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. മറിയമിന്റെ മാതാവ്, അതായത് ഇമ്രാന്റെ ഭാര്യ ഹെന്ന ഒരിക്കല് ഒരു തോട്ടത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു പക്ഷി അതിന്റെ കുഞ്ഞിനിങ്ങനെ തീറ്റ കൊടുക്കുന്ന ഒരു കാഴ്ച കാണാൻ. അത് കണ്ട സന്ദർഭത്തിൽ അവർക്ക് വല്ലാത്ത വിഷമം തോന്നാണ്. കാരണം ആ പക്ഷിക്ക് വരെ ഒരു കുട്ടിയുണ്ട്, ഞാൻ ഇത്ര പ്രായം പിന്നിട്ട്, ഇത്ര വാർദ്ധക്യം പിന്നിട്ടിട്ട് എനിക്ക് ഇതേ രൂപത്തിൽ പരിചരിക്കാനോ അല്ലെങ്കിൽ ഇതേ രൂപത്തിൽ സ്നേഹം പങ്കിടാനോ ഒരു സന്താനം എനിക്കില്ലല്ലോ, വല്ലാത്ത വിഷമം വരെയാണ്. ഉടൻ തന്നെ അവർ അള്ളാഹുവിലേക്ക് കൈയുയർത്തുകയാണ്. അതാണ് 35-ാമത്തെ ആയത്തിൽ നമ്മൾ കാണുക. ഇത് കാലത്ത് ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻത സമീഉൽ അലീം. അവർ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ അവർ പറഞ്ഞൊരു കാര്യം, ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവര് ഇന്നി നദർത്തു, ഞാൻ അതിനെ നേർച്ചയാക്കും. അള്ളാന്റെ മാർഗത്തിൽ ആ കുട്ടിയെ അള്ളാന്റെ മാർഗത്തിൽ സേവനം ചെയ്യാൻ, ഖാദിമല്ലിൽ മസ്ജിദ്, അള്ളാന്റെ മാർഗത്തിൽ സേവനം ചെയ്യാൻ വേണ്ടി ആ കുട്ടിയെ ഞാൻ ഒഴിഞ്ഞു വെക്കും എന്നുള്ള ഒരു ശപഥം അവർ ചെയ്യുകയാണ്. ഇത് ആയത്തിനെ വിശദീകരിച്ച ചില പണ്ഡിതന്മാർ, ഇമാം ഹസൻ ബസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ അറുക്കാൻ സ്വപ്നം കണ്ട, സ്വപ്നത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധനം നൽകിയതുപോലെ, അതേ രൂപത്തിൽ, അതായത് പ്രവാചകന്മാർക്ക് നൽകപ്പെടുന്ന വഹ്യല്ലാത്ത രൂപത്തിലുള്ള ഒരു കൽപ്പന, ഒരു ഇൽഹാമായിരുന്നു യഥാർത്ഥത്തിൽ ഇമ്രാന്റെ ഭാര്യ ഹന്നക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അതായത് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഒഴിഞ്ഞു വെക്കണം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കൽപ്പനയായിരുന്നു എന്നാണ് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചായിട്ട് കാണാൻ സാധിക്കുക. ഏതായിരുന്നാലും ഈ രൂപത്തിൽ ഒരു ആൺകുട്ടി ജനിച്ചാൽ അത് അള്ളാന്റെ മാർഗത്തിൽ ഒഴിഞ്ഞു വെക്കുക, സമ്പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു വെക്കുക എന്നുള്ളത് വലിയൊരു ത്യാഗമായിരുന്നു. അപ്പൊ നമുക്ക് അക്കാലഘട്ടത്തിൽ ആൺകുട്ടികൾ എന്നുള്ളത് വലിയ മുതൽക്കൂട്ടായിരുന്നു. കാരണം പിതാവിന് പിന്നീടുള്ള ജീവിതത്തിലുടനീളം താങ്ങും തണലുമായിട്ട് ആ ആൺകുട്ടി ഉണ്ടാകും ജീവിതത്തിലുടനീളം. അപ്പൊ അതിൽ നിന്നെല്ലാം വേർപ്പെടുത്തി പിതാവ് തന്റെ ആവശ്യത്തിനൊന്നും ആ കുട്ടിയെ ആശ്രയിക്കാതെ ആ കുട്ടിയെ സമ്പൂർണ്ണമായിട്ട് അള്ളാന്റെ മാർഗത്തിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം. അത് അക്കാലഘട്ടത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവർത്തനമാണ്. നമുക്കറിയാം, ബനൂ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉടനീളം ഇതേ രൂപത്തിൽ നിരവധി ആളുകൾ ജീവിതത്തിലുടനീളം അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടി മാറി ജീവിക്കുന്ന നിരവധി ഇതേ രൂപത്തിലുള്ള ആളുകളെ സംബന്ധിച്ചുള്ള ഹദീസുകൾ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇതേ രൂപത്തിൽ അവര് പ്രാർത്ഥിക്കുകയാണ്, കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിച്ച് ഉടൻ തന്നെ അവർക്ക് ഒരു സന്താനത്തെ നൽകുകയും ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ ആ സന്താനത്തെ നൽകിയ വല്ലാതെ അവർ സന്തോഷിച്ചു. പക്ഷേ ആ സന്തോഷം കൂടുതൽ കാലം നീണ്ടില്ല. കാരണം ആ ഗർഭകാലത്ത് തന്നെ അവർക്ക് അപ്രതീക്ഷിതമായിട്ട്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി എന്നാണ് അവർക്ക് ഒരു ദുരന്തം ഉണ്ടായത്. എന്താന്ന് വെച്ചാൽ ഫഹമലത് ബി മറിയം വഹലക ഇമ്രാൻ, അതായത് മറിയമിനെ അവർ ഗർഭം ധരിച്ച സന്ദർഭത്തിൽ, അതായത് മറിയമിനെ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഹെന്നയുടെ ഭർത്താവ് അതായത് മറിയമിന്റെ പിതാവ് ഇമ്രാൻ മരണപ്പെട്ടു. അങ്ങനെ ആ രൂപത്തിൽ പിതാവില്ലാതെയാണ് മറിയം ജനിച്ചു വീഴുന്നത്. ആ സന്ദർഭം പിന്നീട് ഹെന്ന മറിയമിനെ പ്രസവിക്കുകയാണ്. അടുത്ത ആയത്ത് 36-ാമത്തെ ആയത്തിൽ ഫലമ്മ വലഅത്ഹ, അതായത് ഹെന്ന മറിയമിനെ അവർ പ്രസവിച്ചു. ഖാലത് ഇന്നി വലഅതുഹ ഉൻസ, പ്രസവിച്ച ഉടൻ അവർ പറഞ്ഞു, ഓ അല്ലാഹ്, ഇത് പെൺകുട്ടിയാണല്ലോ. കാരണം അവര് നേർച്ചയാക്കുന്ന സന്ദർഭത്തിൽ അവർ പ്രതീക്ഷിക്കുന്നത് എനിക്കൊരു ആൺകുട്ടി ജനിക്കും, ആൺകുട്ടിയെ അള്ളാന്റെ മാർഗത്തിൽ നേർച്ചയാക്കാന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ആ രൂപത്തിലൊരു ശപഥം ചെയ്തത്. പക്ഷേ കുട്ടിയെ പ്രസവിച്ച നോക്കുന്ന സന്ദർഭത്തിൽ അത് ആൺകുട്ടിയല്ല, മറിച്ച് പെൺകുട്ടിയാണ്. ഉടൻ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കമന്റ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞു, വല്ലാഹു അഅലമു ബിമാ വലഅത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹ്ക്ക് അറിയാം നീ പ്രസവിച്ചത് പെണ്ണാണെന്നുള്ളത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഗർഭാവസ്ഥയിൽ മുതൽ ഗർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഗർഭപാത്രത്തിൽ അവനാണ് രൂപപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൃത്യമായിട്ട് അറിയാം നീ പ്രസവിച്ചത് പെണ്ണാണെന്ന്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൈസ ദക്കറു കൽ ഉൻസ, പെണ്ണ് ഒരിക്കലും ആണിനെ പോലെ അല്ല എന്നുള്ള നിരവധി വിശദീകരണങ്ങൾ ഈ ഒരു ഭാഗത്തിന് നൽകിയതായിട്ട് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം നീ പ്രസവിച്ചത് പെണ്ണാണെന്ന്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പദ്ധതിയാണിത്. നീ പ്രസവിക്കുന്ന അല്ലെങ്കിൽ നീ പ്രതീക്ഷിക്കുന്ന ആൺകുട്ടിയേക്കാൾ എത്രയോ നല്ലതായിരിക്കും ഈ സന്ദർഭത്തിൽ നീ ജന്മം നൽകിയ പെൺകുട്ടി. സുബ്ഹാനല്ലാഹ്.
വലൈസ ദക്കറു കല്ലുൻസ. എന്നിട്ട് ഇന്നി സമ്മൈതുഹ മറിയം, അവൾക്ക് മറിയം എന്നുള്ള പേര് നൽകി എന്നുള്ളതാണ്. രണ്ട് ട്രാജഡി, അതായത് രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന്, ഹെന്ന ഗർഭിണിയായ സമയത്ത് ഭർത്താവ് മരിക്കുന്നു. രണ്ടാമതായിട്ട് അവർ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായിട്ട് ഒരു പെൺകുട്ടിയാണ് ജനിച്ചു വീഴുന്നത്. ആ പെൺകുട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ടുള്ള പദ്ധതി അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ആ പെൺകുട്ടി ജനിച്ച സന്ദർഭത്തിൽ ഇന്നി സമ്മൈതുഹ മറിയം, അവർ ആ കുട്ടിയെ മറിയം എന്നുള്ള പേര് നൽകി എന്നുള്ളതാണ്. ഇതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവിന്റെ ജനനം. ഞാൻ അവിടെ മുതൽ ആരംഭിക്കുകയാണ്. കാരണം മറിയയുടെ ചരിത്രവും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മൊത്തത്തിൽ നമ്മൾ അവസാനം കണക്ട് ചെയ്യും. അപ്പൊ മറിയ എന്നുള്ള പേരാണ് ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ ജനിച്ച കുട്ടിക്ക് നൽകുന്നത്. നമ്മൾ മറിയം എന്നുള്ള ആ പേര് എത്രത്തോളം ആ കുട്ടിക്ക് എത്രത്തോളം അനുയോജ്യമാണെന്നുള്ളത് മറിയം സലാമുൻ അലൈഹി അവരുടെ മുന്നോട്ടുള്ള ചരിത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ നോക്കുക. മറിയം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഹീബ്രു ഭാഷയിൽ മിറിയം എന്നാണ് ആ പദം അറിയപ്പെടുന്നത്. അപ്പൊ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരിയുടെ പേരും യഥാർത്ഥത്തിൽ അതേ പേരായിരുന്നു, മിറിയം എന്നായിരുന്നു. നമുക്ക് തഫ്സീറിൽ കാണാൻ സാധിക്കും. അപ്പൊ മറിയം എന്നുള്ള പേര്, അതിന്റെ ഉത്ഭവം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ രണ്ട് അരാമിക് ഭാഷയിലുള്ള രണ്ട് പദങ്ങളുടെ മിശ്രിതാണ് യഥാർത്ഥത്തിൽ മറിയം. അതായത് മറി എന്ന് വെച്ചാൽ അറാമിക് ഭാഷയിൽ ദൈവം എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ദൈവദാസി എന്നുള്ളതാണ്. അതായത് അറബിയിൽ അമ എന്നുള്ള പദത്തിന് സമാനാണ് ഈ അറാമിക് ഭാഷയിൽ എന്നുള്ള പദം. അപ്പൊ ഇത് രണ്ട് ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ കൂടെ ആവർത്തിക്കാണ് മറിയം എന്നുള്ള ആ ഒരു പേരിന്റെ ഉത്ഭവം. അതായത് നമുക്കറിയാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ചത് അരാമിക് ഭാഷയാണ്. അരാമിക് ഭാഷയിൽ മറിയം എന്നുള്ള പദത്തിന്റെ അർത്ഥം രണ്ട് പദങ്ങളുടെ മിശ്രിതാണ്. മറി എന്ന് വെച്ചാൽ ഭാഷയിൽ ദൈവം എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ദാസി എന്നുള്ളത്. അതായത് സമാനമായിട്ട് അറബിയിൽ അമ എന്ന് പറയാറുണ്ട്. അമത്തുള്ള എന്ന് അറബിയിൽ നമ്മൾ പറയാറുണ്ട്. അതായത് അബ്ദുള്ള, അള്ളാഹുവിന്റെ ദാസൻ എന്നാണ് ആണുങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയാറുള്ളത്. അതിന്റെ സ്ത്രീലിംഗാണ് അമത്തുള്ള, സ്ത്രീകളെ കുറിച്ച്. അതായത് ദൈവദാസികളായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ അബ്ദുള്ളയുടെ സ്ത്രീലിംഗത്തിൽ അമത്തുള്ള എന്ന് പറയും. യഥാർത്ഥത്തിൽ മറിയം എന്നുള്ള ആ അരാമിക് ഭാഷയിൽ അതിന്റെ അർത്ഥം അമത്തുള്ള, അള്ളാഹുവിന്റെ ദാസി എന്നുള്ള. സുബ്ഹാനല്ലാഹ്, എത്ര ഫിറ്റാണ് ആ ഒരു പദം അല്ലെങ്കിൽ ആ പേര് എത്രത്തോളം മറിയവുമായിട്ട് യോജിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. മറ്റൊരു ശ്രദ്ധേയമായിട്ട് രണ്ട് കാര്യങ്ങൾ, ബനു ഇസ്രായേലിന്റെ തുടക്കവും ഒടുക്കവും നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ വളരെ മനോഹരമായിട്ടുള്ള സാമ്യതകൾ കാണാൻ സാധിക്കും. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവിന്റെ പേരും ഇമ്രാൻ എന്നായിരുന്നു. അതേ സന്ദർഭത്തിൽ നമുക്കറിയാം ബനു ഇസ്രായേലിന്റെ അവസാനത്തിൽ കടന്നു വരുന്ന ഇമ്രാൻ കുടുംബമാണ് അവസാനത്തിൽ. അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു വീഴുന്ന ആ കുടുംബത്തിന്റെ തലവനും അവരുടെ അതായത് മറിയമിന്റെ പിതാവിന്റെ പേരും ഇമ്രാനാണ്. അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവിനും ഇമ്രാൻ എന്നുള്ളൊരു മകളുണ്ടായിരുന്നു. അതായത് മൂസയുടെ സഹോദരിയുടെ പേര് ഇമ്രാനാണ്. ഇവിടെയും നമുക്കറിയാം ഇമ്രാന് മറിയം എന്നുള്ള പേരിൽ ഒരു മകൾ ഉണ്ടാവുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ രണ്ട് കഥയിലും മാതാവിന് പ്രധാനപ്പെട്ട റോള് നിർവഹിക്കാനുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവ്, രണ്ട് ആളുകളും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം രണ്ടാളുകളുമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൗറാത്ത് നൽകപ്പെട്ടു. ഈ ഒരു കുട്ടിക്ക്, അതായത് അവസാനമായിട്ട് വരുന്ന ഈ കുട്ടിക്ക് ഇഞ്ചീൽ നൽകപ്പെട്ടു എന്നുള്ളത്. ഇതേ രൂപത്തിലുള്ള സമാനതകൾ ബനു ഇസ്രായേലിന്റെ തുടക്കവും ഒടുക്കവും തമ്മിലുള്ള മനോഹരമായിട്ടുള്ള സാമ്യതകൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഏതായിരുന്നാലും അവിടെ മറിയം സലാമുൻ അലൈഹ അവർ ജനിച്ചു വീഴുകയാണ്. അപ്പൊ നേർച്ചയാക്കിയത് പ്രകാരം, ആ കുട്ടിയെ നേർച്ചയാക്കിയത് പ്രകാരം തന്നെ അവര് ആ കുട്ടിയെ പള്ളിയിലേക്ക് നൽകുകയാണ്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഹെന്ന നൽകുകയാണ് കുട്ടിയെ. അവിടെ വെച്ചുകൊണ്ടാണ് പിന്നീട് മറിയം ആ ബൈത്തുൽ മുഖദ്ദസിലാണ് വളരുന്നത്. അപ്പൊ കുട്ടിയെ ഏറ്റെടുക്കാൻ ആ പള്ളിയിലേക്ക് നൽകിയ സന്ദർഭത്തിൽ കുട്ടിയെ സംരക്ഷണം ഏറ്റെടുക്കാൻ വേണ്ടി നിരവധി ആളുകൾ വന്ന് തഫ്സീറുകൾ കാണാൻ സാധിക്കും. 27ഓളം ആളുകൾ അതിനുവേണ്ടി മത്സരിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് ഇമ്രാൻ ഏറ്റവും നല്ലൊരു വ്യക്തിയായിരുന്നു. അവര് മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മക്കളെ നോക്കാൻ വേണ്ടി ഇത്രയേറെ ആളുകൾ വരികയാണ്. അതായത് സ്വാലിഹായിട്ടുള്ള പിതാക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മരണശേഷം ആ മക്കൾ കഷ്ടപ്പെടേണ്ടി വരില്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവൻ അല്ലെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി ആളുകളെ അല്ലാഹു നമ്മൾ ചിന്തിക്കാത്ത രൂപത്തിൽ ഇറക്കുമെന്നുള്ള. ഇപ്പൊ സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാൻ സാധിക്കും, വകാന അബൂഹുമാ സ്വാലിഹൻ ഫഅറാദ റബ്ബുക യബ്ലുഗ. നമുക്കറിയാം ആ സൂറത്തുൽ കഹ്ഫിൽ ഖിദ്റുമായിട്ട് ബന്ധപ്പെട്ട കഥയിലും ഖിദ്ർ ആ മതിൽ കെട്ടുന്ന സന്ദർഭത്തിൽ അതിന്റെ കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അബൂഹുമാ സ്വാലിഹൻ, അവരുടെ പിതാവ് സ്വാലിഹായിരുന്നു എന്നുള്ള. ആ ഒരു കാരണം കൊണ്ടാണ് ഈ കുട്ടികൾ ഇതേ രൂപത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും 27ഓളം ആളുകൾ മറിയമിന്റെ സംരക്ഷണത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നു. ആ സന്ദർഭത്തിൽ അവര് നിരവധി അവർ ആ ഒരു കാലഘട്ടത്തെ ബനു ഇസ്രായേലിലുള്ള ഒരു സമ്പ്രദായം എന്താന്ന് വെച്ചാൽ
അവർ പേരെഴുതിയ പേനകൾ നദിയിലേക്ക് എറിയും. അതിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പേന ആരുടേതാണോ അയാൾക്കായിരിക്കും നറുക്ക് വീഴുക. ഇതേ രൂപത്തിൽ അവര് നിരവധി പേനകൾ നദിയിലേക്ക് ഇട്ട് അവസാനം അള്ളാന്റെ ഖദർ എന്നാണ് എല്ലാ സമയത്തും ഉയർന്നു വന്ന പേന സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആയിരുന്നു. അതിനുശേഷം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയമിന്റെ സംരക്ഷണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. അതാണ് 37-ാമത്തെ ആയത്തിൽ വകഫലഹ സക്കരിയ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയമിന്റെ കഫീലായിട്ട് മാറി, സംരക്ഷകനായിട്ട് മാറി എന്നുള്ളതാണ്. പിന്നീട് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയമിന് വേണ്ടി പള്ളിയിൽ ഒരു പ്രത്യേകമായിട്ട് ഒരു മിഹ്റാബ്, ഒരു സ്ഥലമെല്ലാം പണിത് മറിയെ ആ പള്ളിയിൽ അവർ പരിചരിക്കണം. ബൈത്തുൽ മുഖദ്ദസിൽ മറിയ വളരുകയാണ്. അതിനുശേഷം ആയത്തിന്റെ ബാക്കി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് ആ മറിയ ആ പള്ളിയിലാണ് അവിടെ വളരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തിൽ മുഴുകി ആ പള്ളിയിൽ ജീവിക്കാൻ. അതിനുശേഷം ആയത്തിന്റെ ബാക്കി കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ. ഈ മറിയമിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയമിന്റെ ആ റൂമിലേക്ക് വരുന്ന സമയത്തെല്ലാം, ആ മറിയം താമസിക്കുന്ന ആ മിഹ്റാബിലേക്ക് പോകുന്ന സന്ദർഭത്തിലെല്ലാം അവിടെ നിരവധി പഴവർഗ്ഗങ്ങൾ കാണുമായിരുന്നു. ഇവിടെ ആയത്തിൽ പ്രധാനമായിട്ട് കടന്നു വരുന്ന 2 പദങ്ങൾ കുല്ലമാ ദഖല അലിയ സക്കരിയൽ മിഹ്റാബ്. മിഹ്റാബ് എന്നുള്ള പദം, ആ മിഹ്റാബ് എന്നുള്ള പദം പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് സ്വാദിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിനിടയിലും കടന്നു വരുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള പദം. ഹർബ് എന്ന് വെച്ചാൽ ഭാഷയിൽ യുദ്ധം എന്നുള്ളതാണ്. യുദ്ധം എന്നുള്ള അതേ പദത്തിൽ നിന്നാണ് മിഹ്റാബ് എന്നുള്ള പദം കടന്നു വരുന്നത്. യുദ്ധവും മിഹ്റാബും തമ്മിലുള്ള ബന്ധം എന്താണ് ചിന്തിച്ചു നോക്കുക. യഥാർത്ഥത്തിൽ നമ്മുടെ നഫ്സുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ മിഹ്റാബ്. അതുകൊണ്ടാണ് സമാനമായിട്ടുള്ള റൂട്ട് വേർഡ്, കോമൺ ആയിട്ടുള്ള അർത്ഥം നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കും എന്നുള്ള. അതായത് നമ്മുടെ ദേഹേച്ഛകൾക്കെതിരെ നമ്മുടെ നഫ്സുമായിട്ട് നമ്മുടെ ഇതേ രൂപത്തിലുള്ള പിശാചിന്റെ പ്രലോഭനങ്ങൾക്കെതിരെ നമ്മൾ നഫ്സുമായിട്ട് യുദ്ധം ചെയ്യുന്ന സ്ഥലമാണ് മിഹ്റാബ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഹർബ് എന്നുള്ള അതേ പദത്തിൽ നിന്നാണ് മിഹ്റാബ് എന്നുള്ള പദം ഉത്ഭവിക്കുന്നത്. നമുക്കറിയാം ഇസ്ലാമിലെ ജിഹാദിനെ തെറ്റിദ്ധരിക്കുന്ന ആളുകളെല്ലാം സമാനമായിട്ട് ഈ ഒരു പദത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു പദം ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായിരുന്നാലും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മിഹ്റാബിലേക്ക് അല്ലെങ്കിൽ മറിയന്റെ അടുത്തേക്ക് വരുന്ന സന്ദർഭത്തിലെല്ലാം അവിടെയെല്ലാം നിരവധി പഴവർഗ്ഗങ്ങൾ ആ റൂമിലുള്ളതായിട്ട് അവർ കാണുകയാണ്. പക്ഷെ അത്ഭുതം എന്താന്ന് വെച്ചാൽ ആ പഴവർഗ്ഗങ്ങളെല്ലാം ഓഫ് സീസണിലുള്ള പഴങ്ങളാണ്. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധ്യല്ല. കാരണം ഇന്ന് ഏതൊരു പഴവർഗ്ഗം എല്ലാ കാലഘട്ടത്തിലും ലഭിക്കുന്നതാണ്. ഇപ്പോൾ മാങ്ങ എല്ലാ കാലഘട്ടത്തും നമുക്ക് സുലഭമാണ്. കാരണം ഇന്നത്തെ പുതിയ ടെക്നോളജി, ജനറ്റിക് എഞ്ചിനീയറിംഗ് എല്ലാം വന്നതോടുകൂടെ തന്നെ എല്ലാ കാലഘട്ടത്തും ഫലവർഗ്ഗങ്ങൾ നമുക്ക് ലഭിക്കും. പക്ഷെ ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പഴവർഗ്ഗം അതൊരു പ്രത്യേക കാലഘട്ടത്തെ ഒരു സീസണിൽ മാത്രം ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ അതേ രൂപത്തിൽ ഒരു പ്രത്യേക സീസണിലല്ലാത്ത ഫലവർഗ്ഗങ്ങളെല്ലാം മറിയമിന്റെ റൂമിൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണാൻ. ആ സന്ദർഭത്തിൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതത്തോടു കൂടെ ചോദിച്ചു, യാ മറിയം അന്നാലക്കി ഹാദാ, എവിടെ നിന്നാണ് ഇതെല്ലാം നിനക്ക് ലഭിക്കുന്നത്? അതായത് ഈ നാട്ടിൽ എവിടെയില്ലാത്ത ഈ പഴവർഗ്ഗങ്ങളെല്ലാം നിനക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ആ സന്ദർഭത്തിൽ മറിയം സലാമുൻ അലൈഹി അവർ നൽകുന്ന മറുപടി ഖാലത് ഹുവ മിൻ ഇൻദില്ലാ, അള്ളാഹുവിൽ നിന്നാണ് എനിക്കത് ലഭിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൽ നിന്നാണ് എനിക്ക് ലഭിക്കുന്നത്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഹു ബിഗൈരി ഹിസാബ്. മറിയം പറയാണ്, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാതെ നൽകുമെന്നാണ് മറിയം സലാമുൻ അലൈഹ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകുന്ന മറുപടി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മാത്രമല്ല ഏതൊരാൾക്കും കണക്കില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് മറിയം പറയുന്നത്. ഇപ്പൊ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ പറഞ്ഞു വാർദ്ധക്യത്തിലാണ്, ഇതുവരെ കുട്ടികളില്ല. അപ്പൊ മറിയം സലാമുൽ അവരുടെ ആ ഒരു വാക്ക് വല്ലാതെ അവരിൽ സ്വാധീനം ഉണ്ടാക്കുകയാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കും കണക്ക് നോക്കാതെ നൽകുമെന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഓഫ് സീസൺ, അതായത് സീസൺ അല്ലാത്തൊരു സമയത്ത് ഇതേ രൂപത്തിൽ പഴം മറിയമിന് നൽകാമെങ്കിൽ ഞാൻ ഇതേ രൂപത്തിൽ സീസൺ അല്ലാതെ, അതായത് എനിക്കൊരിക്കലും ഞാൻ ഓഫ് സീസൺ ആണ്, എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല, കുട്ടികളില്ലാത്ത എനിക്കും ഇതേ രൂപത്തിൽ എനിക്ക് ഫലവർഗ്ഗങ്ങൾ നൽകാനും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വളരെ സിമ്പിളായിട്ട് സാധിക്കും എന്നുള്ള ചിന്ത സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിലുണ്ടാവുകയാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഫലമാണ് നമ്മുടെ കുട്ടികൾ. സമറാത്ത് എന്നുള്ള പദം പരിശുദ്ധ ഖുർആൻ സന്താനം എന്നുള്ള അർത്ഥത്തിലും പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് ഉപയോഗിച്ചായിട്ട് കാണാൻ സാധിക്കും. വിശദീകരിക്കുന്നില്ല, നിരവധി ആയത്തുകൾ നമുക്ക് സമാനമായിട്ട് കണ്ടെത്താൻ സാധിക്കും എന്നുള്ള. അപ്പൊ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയം ഈ ഒരു വാക്ക് പറഞ്ഞതോടുകൂടെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു ഉത്ബോധനം ലഭിച്ച പോലെയായിരുന്നു. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കും നൽകും, കണക്ക് നോക്കാതെ നൽകും. ആ ഒരു സന്ദർഭത്തിൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയമിന്റെ ആ ഉത്ബോധനം അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഉടനെ തന്നെ തനിക്കൊരു സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
അപ്പൊ മറിയയുടെ സംസാരം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വല്ലാത്ത സ്വാധീനം സൃഷ്ടിക്കുന്ന ഉടൻ തന്നെ അദ്ദേഹം അള്ളാഹുവിലേക്ക് കൈയുയർത്തുകയാണ്. സൂറത്ത് ആൽ ഇംറാന്റെ 38-ാമത്തെ ആയത്തിൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉ ദുആ. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് കൈയുയർത്തിക്കൊണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഈ പ്രാർത്ഥനയുടെ വിശദ രൂപം സൂചിപ്പിച്ചുകൊണ്ടാണ് സൂറത്ത് മറിയം ആരംഭിക്കുന്നത്. സൂറത്ത് മറിയമിന്റെ ആരംഭ ഭാഗത്ത് തന്നെ ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി വസ്തഅല റഅസു ശൈബ. അതായത് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ വിശദ രൂപം ആ ഭാഗത്ത് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ആയത്തിന്റെ തഫ്സീർ എന്നോണം അവിടെ നമുക്ക് അതിന്റെ വിശദ രൂപം കാണാൻ സാധിക്കും. എന്തിനാണ് ചില ആളുകൾ സംശയിക്കുന്നത്, എന്തിനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനം പറയുന്നിടത്ത് എന്തിനാണ് യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറയുന്നത്? ഇൻഷാ അല്ലാഹ് അത് പിന്നീട് മനസ്സിലാകും. യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിനെല്ലാം പ്രധാനപ്പെട്ട റോള് നിർവഹിക്കാൻ, അതുകൊണ്ടാണ് അതെല്ലാം നമ്മൾ പരിശോധിക്കുന്നത്. അതേ രൂപത്തിൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫനാദത് ഉൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മിഹ്റാബില് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിച്ച ഉടൻ തന്നെ മലക്കുകൾ ആ പ്രാർത്ഥനയുടെ ഉത്തരവുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കുകയാണ്. എന്നിട്ട് മലക്കുകൾ വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് യഹ്യ എന്നറിയപ്പെടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന ഒരു സന്താനത്തെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു. എന്താണ് ആ കുട്ടിയുടെ പ്രത്യേകത? മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു വചനത്തെ ശരിവെക്കുന്നവനായിരിക്കും അവൻ. അതായത് അള്ളാഹുവിന്റെ വചനത്തെ, നമുക്കറിയാം കലിമത്തുല്ലാ എന്നുള്ളത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ആ അള്ളാഹുവിൽ നിന്നുള്ള വചനത്തെ തസ്ദീഖ് ചെയ്യുന്നവൻ, സത്യപ്പെടുന്നവനായിട്ടായിരിക്കും ആ മകന് പിന്നീട് ആയിത്തീരുക. അതേപോലെ തന്നെ അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദൗത്യത്തിൽ സഹായിക്കുന്നവനായിട്ടുള്ളവനായിരിക്കും യഹ്യാൻ ജനിക്കാൻ പോകുന്ന ആ കുട്ടി. അതേപോലെ തന്നെ സയ്യിദൻ, അദ്ദേഹം നേതാവായിരിക്കും. ഹസൂറൻ, അദ്ദേഹം ഹസൂർ എന്നുള്ള പദം നിരവധി അർത്ഥങ്ങൾ നൽകിയതായിട്ട് കാണാൻ സാധിക്കും. അങ്ങേയറ്റം ആത്മനിയന്ത്രണമുള്ള ആൾ, അതായത് സ്ത്രീകളുടെ കാര്യത്തിലൊന്നും താല്പര്യമില്ലാതെ അങ്ങേയറ്റം അള്ളാഹുവിനെ സൂക്ഷിച്ച് ആത്മനിയന്ത്രണത്തോടു കൂടെ ജീവിക്കുന്ന ഒരു മകനായിരിക്കും ജനിക്കുക. അതേപോലെ തന്നെ വനബിയ്യം മിന സ്വാലിഹീൻ, സ്വാലിഹായിട്ടുള്ള ഒരു പ്രവാചകൻ കൂടെ ആയിരിക്കും. ആ ഒരു സന്തോഷ വാർത്ത മാലാഖമാർ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമെന്നോണം അവർ നൽകുകയാണ്. അപ്പൊ പ്രാർത്ഥിച്ച ഉടൻ തന്നെ ജനിക്കാൻ പോകുന്ന ആ കുട്ടിയെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത മലക്കുകൾ നൽകുകയാണ്. ഇതേ കാര്യം സൂറത്ത് മറിയമിന്റെ 7-ാമത്തെ ആയത്തിൽ ഇതേ കാര്യം മറ്റു രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലി സമീയ, നിനക്ക് യഹ്യ എന്നുള്ള ഒരു കുട്ടി, ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുന്നു. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവന് ആ ഒരു പേര്, യഹ്യ എന്നുള്ള പേര് മുമ്പ് ആർക്കും ഞാൻ നൽകിയിട്ടില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അത്ഭുതം എന്ന് വെച്ചാൽ ആയത്തിനെ സംബന്ധിച്ച് ഒരു അല്പ ആഴത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിക്കാൻ പോകുന്ന കുട്ടിയെ സംബന്ധിച്ചുള്ള വിവരം നൽകുന്നു. അതോടൊപ്പം ആ കുട്ടിയെ മാത്രമല്ല, മറിച്ച് ആ കുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പേരിടാണ്. യഹ്യ എന്നുള്ള പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടാണ് കുട്ടി ജനിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിക്ക് പേര് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അത്ഭുതമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ മക്കൾക്ക് പേരിടാറുണ്ട്. നമ്മൾ പേരിടുന്ന സന്ദർഭത്തിൽ മക്കളുടെ ഭാവിയെ സംബന്ധിച്ച് നമുക്ക് യാതൊരു ധാരണയില്ല. നമ്മൾ വലിയ പ്രതീക്ഷയിൽ മക്കൾക്ക് നല്ല പേര് നൽകാറുണ്ട്. അപ്പൊ ചില മക്കൾക്ക് അബൂബക്കർ എന്ന് നമ്മൾ പേര് നൽകും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഈ കുട്ടി ഭാവിയിൽ ആയിത്തീരണമെന്ന ആഗ്രഹത്തിന്റെ പിന്നിലാണ് ആ ഒരു പേര് നൽകുന്നത്. പക്ഷേ പലപ്പോഴും നമുക്ക് ഭാവിയെ സംബന്ധിച്ച് അറിയില്ല. പല രൂപത്തിൽ അബൂബക്കർ എന്നുള്ള പേര് നൽകും, ഭാവിയിൽ അബൂജഹലിനെ പോലെ ആയി മാറുന്ന മക്കള്. അതേപോലെ തന്നെ ബിലാൽ എന്ന് പേര് നൽകും. പക്ഷേ അതേ രൂപത്തിലൊന്നും കാരണം നമുക്ക് മക്കളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള ചിത്രം നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആ കുട്ടിക്ക് പേര് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആ കുട്ടിക്ക് പേര് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം ഒരേ രൂപത്തിൽ അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പേര് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, യഹ്യ എന്ന് വെച്ചാൽ ജീവിക്കുന്നവൻ എന്നാണ് അർത്ഥം. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം മുന്നോട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം ഷഹീദായിട്ടാണ് മരണപ്പെടുന്നത്. അദ്ദേഹത്തെ വധിക്കണം. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ പിന്നീട് വരും. അദ്ദേഹത്തെ വധിക്കുകയാണ് ഉണ്ടായത്. ശുഹദാക്കളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് സൂറത്ത് ആൽ ഇംറാന്റെ 169-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഹദാക്കൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞത് വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഅൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. സുബ്ഹാനല്ലാഹ്. ഉഹദുമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ട വചനാണ്. അള്ളാന്റെ മാർഗത്തിൽ മരണപ്പെട്ട ആളുകളെ നിങ്ങൾ അവര് മരിച്ചു എന്ന് പറയരുത്, മറിച്ച് ബൽ അഹ്യാഅൻ ഇൻദ റബ്ബിഹിം, അള്ളാന്റെ അടുത്ത് അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.
അള്ളാന്റെ അവിടുത്തെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ പേര് യഹ്യ, ജീവിച്ചിരിക്കുന്നവൻ എന്നാണ്. അവസാനം യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷഹീദാകുകയും ചെയ്തു. ശുഹദാക്കളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവർ യഹ്യ, അവർ ജീവിച്ചിരിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ പേര് എത്ര മനോഹരാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ യഹ്യ എന്നുള്ള ഒരു പുത്രൻ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ജനിക്കുകയാണ്. യഹ്യ എന്നുള്ളത് ഇപ്പോ ഇസ്രായേൽ ബൈബിളിൽ നമ്മൾ പരിശോധിക്കുക, യോഹന്നാൻ സ്നാപകൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുക. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ്. അതായത് യോഹന്നാൻ സ്നാപകൻ എന്ന് വിളിക്കാനുള്ള കാരണം യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ജോർദാൻ നദിയിൽ കൊണ്ടുപോയിട്ട് അവരെ സ്നാപനം അല്ലെങ്കിൽ സ്നാനം ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. അതായത് അവരുടെ പാപങ്ങൾ കഴുകിക്കളയുക. അതായത് ഇതിനെ സിംബോളിക്കായിട്ട് ആ രൂപത്തിൽ ഒരു പ്രവൃത്തി ചെയ്യാറുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് യോഹന്നാൻ സ്നാപകൻ എന്ന് അദ്ദേഹത്തിന് പേര് നൽകിയതെന്നെല്ലാം ക്രൈസ്തവ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അതേ രൂപത്തിൽ ജനിക്കാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച്, യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മലക്കുകൾ സന്തോഷ വാർത്ത നൽകുകയാണ്. ആ സന്ദർഭത്തിൽ അടുത്ത ആയത്ത് 40-ാമത്തെ ആയത്തിൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാം വഖദ് ബലഅനി അൽ കിബ്റ വംറഅതി ആഖിർ. എങ്ങനെയാണ് എനിക്കൊരു കുട്ടി ഉണ്ടാവുക? കാരണം അത്ഭുതത്തോടു കൂടെ ചോദിക്കാണ്, എനിക്ക് എങ്ങനെയാണ് പുത്രൻ ഉണ്ടാവുക? കാരണം ഞാൻ അങ്ങേയറ്റം വൃദ്ധനാണ്. അത് മാത്രമല്ല, ഇംറഅതി ആഖിർ, എന്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയുമാണ്. ഈ രൂപത്തിലുള്ള ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് എനിക്കൊരു കുട്ടി ഉണ്ടാവുക? അത്ഭുതത്തോടു കൂടെ ചോദിക്കാണ്. ഉടൻ തന്നെ മലക്കുകൾ പറഞ്ഞു, ഖാല ഖദാലിക യഫ്അലുല്ലാഹു മാ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. പ്രത്യേകം ഓർത്തുവെക്കുക ഈ ആയത്തിന്റെ ഈ ഭാഗം. ഖാല ഖദാലിക അല്ലാഹു യഫ്അലു മാ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു എന്നാണ് യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞത്. ഈ ആയത്തിന്റെ ഭാഗം പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർത്തുവെക്കുക. 41-ാമത്തെ ആയത്തിൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങേയറ്റം സന്തോഷിച്ചു. എന്നാണ് ആ സംഭവിക്കാൻ പോകുക? അതായത് കുട്ടി ഉണ്ടാവും എന്നുള്ള സന്തോഷ വാർത്ത മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നായിരിക്കും അത് സംഭവിക്കാൻ പോവുക? വല്ലാത്ത കൗതുകമായി. അപ്പൊ ആ സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അടയാളങ്ങൾ എനിക്ക് നൽകുമോ എന്ന് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നു. അതാണ് 41-ാമത്തെ ആയത്ത്.